Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to the Editorial analysis of 14th June 2023. നമസ്കാരം. ഇന്നത്തെ ഹിൻഡുവെറ്ററിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ തന്നെ വൊക്കാബുലറി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഈ വൊക്കാബുലറി ഒക്കെ നമുക്ക് സെൻറ്റൻസിലൂടെ ഫ്രെയിം ചെയ്ത് നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വേർഡ് പവർ ഒബ്വിയസ്ലി നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോഴും വേർഡ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് വൊക്കാബുലറി പഠിക്കുമ്പോൾ നിങ്ങളുടെ വേർഡ് പവർ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഇതുപോലെ നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റീഡിംഗ് എബിലിറ്റി ആൻഡ് കോംപ്രിഹെൻഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഇത് റെഗുലർ ആയിട്ട് പോവുക. ഇത് റെഗുലർ ആയിട്ടുള്ള സെഷനാണ് മൺഡേ ടു ഫ്രൈഡേ രാവിലെ 8:30 മണിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് റെഗുലറായിട്ട് ചെയ്തു പോകാം, ഇംപ്രൂവ് ചെയ്യാം നമ്മുടെ വൊക്കാബുലറി. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആർട്ടിക്കിളിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കോട്ട് വെച്ച് നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ കോട്ട് ഇതാണ്: ഇറ്റ്സ് ഹാർഡ് ടു ബീറ്റ് എ പേഴ്സൺ ഹു നെവർ ഗിവ്സ് അപ്പ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും തോറ്റു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ തന്നെ ഗിവപ്പ് ചെയ്യുക എന്നൊരു ഫ്രേസിലോ ഇന്ന് നമുക്ക് പഠിക്കാൻ തന്നെ ഓൾറെഡി ഉണ്ട്. ഗിവപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ഡിഫീറ്റ്, തോൽവി സമ്മതിക്കുക. തോൽവി സമ്മതിച്ചു കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? നമ്മൾ തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോവില്ല, പിന്നെ പ്രകൃതിയൊക്കെ അതിന് അനുസരിച്ച് നിൽക്കത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യാത്ത ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ, നിങ്ങൾക്ക് അത്രമാത്രം വിൽ പവർ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കും ഒരു കാര്യത്തിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അല്ലേ, നമ്മുടെ ആൽക്കമിസ്റ്റിലൊക്കെ പറഞ്ഞത് യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും ഇഫ് യു റിയലി ഡു സംതിങ് ഇൻ എ വെരി പോസിറ്റീവ് വേ. വളരെ പോസിറ്റീവായിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കാതെ, മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാവാതെ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അത്രമാത്രം ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും. അതാണ് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഗിവപ്പ് ചെയ്താൽ ഓഫ് കോഴ്സ് അവിടെ നമുക്ക് ഡിഫീറ്റ് സംഭവിക്കുകയും ചെയ്യും. ഗിവപ്പ് ചെയ്യരുത്, സറണ്ടർ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയാൽ കാര്യം നടക്കും. ഇല്ലെങ്കിൽ സംഭവം നമ്മൾ ഗിവപ്പ് ചെയ്ത് നമ്മുടെ മൈൻഡ് എപ്പോൾ ഡൗൺ ആവും, അപ്പോൾ നമുക്കും തോന്നും അയ്യോ ഞാൻ തോറ്റുപോയല്ലോ എന്നൊരു തോന്നും. അപ്പോൾ അതൊന്ന് ആലോചിക്കുക. ഇന്ന് അതായിരിക്കണം നമ്മുടെ ചിന്ത. ഇപ്പോൾ രണ്ട് ആർട്ടിക്കിൾ ഇന്നുണ്ട്. ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ ഗിവപ്പ് ചെയ്യാത്തൊരു വ്യക്തിയെ പറ്റി ഇന്ന് ആർട്ടിക്കിൾ ഉണ്ട്. ഫ്രഞ്ച് ഓപ്പൺസിൽ എസ്പെഷ്യലി പെർഫോമൻസ് ഓഫ് ജോക്കോവിച്ചിനെ പറ്റി കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫീറ്റ് അച്ചീവ്മെൻറ്റ് വളരെ എന്താ പറയുക, ഏറ്റവും ഓൾഡസ്റ്റ് പേഴ്സൺ ടു വിൻ ദീസ് ടൈറ്റിൽസ് ഒക്കെയാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ജോക്കോവിച്ചിന് വളരെ പ്രോമിനൻ്റ് ആയിട്ടൊരു ഇടം കിട്ടിയിട്ടുണ്ട് സ്പോർട്സിൽ. ആൻഡ് അത് ഇന്ന് ആർട്ടിക്കിളിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഫ്രഞ്ച് ഓപ്പണിനെ പറ്റി കഴിഞ്ഞ ദിവസമൊക്കെ സിംഗിൾസിനെ പറ്റിയും ഫ്രഞ്ച് ഓപ്പൺസിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ കറണ്ട് അഫയേഴ്സിൽ. അപ്പോൾ ആ പോയിന്റേഴ്സ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് നിങ്ങൾക്ക് സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിളിൽ നിന്ന്. അപ്പോൾ എസ്പെഷ്യലി പെർഫോമൻസ് ഓഫ് ജോക്കോവിച്ച് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ജോക്കോവിച്ചിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്നാൽ ആ ആർട്ടിക്കിൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ആർട്ടിക്കിളാണ് ഒരു ആർട്ടിക്കിൾ. ആൻഡ് അതർ ആർട്ടിക്കിൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ ഈസ് അബൌട്ട് മണിപ്പൂർ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒരുപാട് എത്തനിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മണിപ്പൂരിൽ അല്ലേ. മണിപ്പൂരിൽ നോർമൽസി എന്ന വാക്കില്ല. തിരിച്ച് നോർമൽസി കൊണ്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് വേ. അത് ഭയങ്കര കഷ്ടപ്പെട്ട് ഇനി എന്താ നേടിയെടുക്കണം. നമ്മൾ ആ ലോങ് വേയിലോട്ട് വരണം. ഇനി മണിപ്പൂരിലൊന്ന് ഇതിലോട്ട് തിരിച്ചു വരണമെങ്കിൽ, നോർമൽസിയിലോട്ട് തിരിച്ചു വരണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്? എന്തിനായിരിക്കണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇപ്പോൾ മണിപ്പൂർ തിരിച്ച് നോർമൽ അവസ്ഥയിലോട്ട് വരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊരു കാര്യം ഇവിടെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഇഡിയംസ് നോക്കാം, ഫ്രേസൽ വേർഡ്സ് നോക്കാം, വൺ വേർഡ്സ് നോക്കാം. എന്നിട്ട് നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ്, അങ്ങനെയുള്ളതൊക്കെ നോക്കി പോവാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ക്വസ്റ്റസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ എഡിറ്റോറിയൽ തന്നെ വൊക്കാബുലറി ക്വസ്റ്റ് കേട്ടോ. എല്ലാ ദിവസവും എഡിറ്റോറിയൽ വൊക്കാബുലറി ക്വസ്റ്റ് ഉണ്ട്. ആപ്പിൽ അവൈലബിൾ ആണ്. Adda247 ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാത്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ ഡെയിലി ക്വസ്റ്റസ് ഉണ്ട്. അല്ലാതെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ പോയിന്റേഴ്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ക്വസ്റ്റസ് ഉണ്ട്. ജോബ് അലേർട്ട്സ്, നോട്ടിഫിക്കേഷൻസ്, ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ Adda247 മലയാളം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പരിഗണിക്കുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്നവരെ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻസ്, സ്ട്രാറ്റജി വീഡിയോസ്, PYQ സെഷൻസ്, അതുപോലെ തന്നെ നമുക്ക് എക്സാം അനാലിസിസുകൾ, അതുപോലെ സ്ട്രാറ്റജി കാര്യങ്ങൾ, അതുപോലെ തന്നെ സീരീസുകൾ. നമ്മൾ LDCൻ്റെ ആണെങ്കിൽ സീരീസ് ഇപ്പോൾ ഉണ്ട്. അതുപോലെ ഡിഗ്രി മെയിൻസിൻ്റെ സീരീസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് SSCയുടെ സീരീസ്, ബാങ്കിങ്ങിൻ്റെ സീരീസ്, അങ്ങനെ എല്ലാ സീരീസും ഇവിടെ അവൈലബിൾ ആണ്. റെയിൽവേ സീരീസ് അല്ലേ, ഡയറി ഫാമിൻ്റെ സീരീസ്. അപ്പോൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഫ്രീ കണ്ടൻറ്റൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക.
അതുപോലെ നമുക്കൊരു ചാനലിലൂടെ ഉണ്ട് ഇപ്പം ബാങ്കിങ് അഡ മലയാളം. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, ബി എ പാർട്ട് ഓഫ് എ ഫാമിലി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും വിത്ത് അവർ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്. ഇന്ന് 2 പേജോളം നമുക്ക് ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഉണ്ട്. പുതിയതാണ്, കുറേ കാര്യങ്ങളൊക്കെ പുതിയതാണ്. ഒരുപാട് പുതിയ ഫ്രേസൽ വെർബ്സും ഇഡിയംസും ഒക്കെ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് തന്നെ. അപ്പോൾ നമുക്കിന്ന് അത് ഡിസ്കസ് ചെയ്തുകൂടാ അല്ലേ? അപ്പോൾ എല്ലാവരും ഉഷാറാണല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് എവ്രി വൺ വൺസ് അഗൈൻ. അപ്പോൾ ടാം ഡൗൺ, എന്താണ് ടാം ഡൗൺ? ടാം ഡൗൺ നമുക്ക് പരിചയമുണ്ട്, കേട്ട് പരിചയമുള്ള നമ്മുടെ പരിചയക്കാരനാണ്, ഒരു പരിചയക്കാരിയാണ്, ജെൻഡർ കൊടുക്കുന്നില്ല. ടാം ഡൗൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലെസൺ ചെയ്യുക, കുറയ്ക്കുക, ഡിക്രീസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, അതിനാണ് ടാം ഡൗൺ. ടാം ഡൗൺ ദ വയലൻസ് അല്ലേ, ടാം ഡൗൺ യുവർ വോള്യൂം, ടാം ഡൗൺ യുവർ പ്രഷർ, ടാം ഡൗൺ യുവർ ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് അർത്ഥം. ടാം ഡൗൺ, ടാം ഡൗൺ. ഓക്കെ, ടാം ഡൗൺ എന്ന് പറയുന്നത് ശേഷം ഒബ്ജക്റ്റ് കൊടുക്കാൻ മറക്കരുത്, ബിക്കോസ് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് ഇൻ നേച്ചർ. അടുത്ത നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യില്ല, ഹിറ്റ് എ സ്നാഗ്. ഹിറ്റ് എ സ്നാഗ്, ഹിറ്റ് എ സ്നാഗ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് എ പ്രോബ്ലം. If you're doing something and you hit a snag, that means you have a problem. നീ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ പ്രശ്നം പറ്റി, അതാണ് ഹിറ്റ് എ സ്നാഗ്. ഹിറ്റ് എന്ന വാക്കിനകത്തല്ല, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു വിനുവിനോട്, ഹിറ്റ് എന്ന വാക്കിന് V2 V3 ഹിറ്റ് തന്നെയാണ്. സോ ഹിറ്റ് എ സ്നാഗ് പാസൻസ് വരുന്നു, ഹിറ്റ് തന്നെ വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഹിറ്റ് എ സ്നാഗ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് എ പ്രോബ്ലം, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുക, അതിനാണ് ഹിറ്റ് എ സ്നാഗ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ എല്ലാവർക്കും? Alright, okay. ഷമ്മാസ് തിരുമ്പി വന്നിട്ടാണേ വന്നോ വീണ്ടും? Alright. ലീക്ക് ഓഫ് ഓയിൽ പൈപ്പ് ലൈൻ ഡാം ഡൗൺ. അവിടെ റെജിനെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അത് എന്താണ്, ട്രാൻസിറ്റീവ് നേച്ചറാണ്. അപ്പം നിനക്ക് എന്താണ്, ലീക്ക് ഓഫ് ഓയിൽ പൈപ്പ് ലൈൻ ഈസ് ടാം ഡൗൺ അല്ലെങ്കിൽ വാസ് ടാം ഡൗൺ കൊടുക്കുക. കാര്യം അത് പാസിവൈസേഷൻ കൊടുത്ത്, ട്രാൻസിറ്റീവ് വേർബിനെ നിനക്ക് പാസിവൈസേഷൻ കൊടുത്താൽ അതിന് ഇൻട്രാൻസിറ്റീവ് ആക്കി മാറ്റാം, അല്ലാതെ കൊടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്ത് നോക്കിയേ, ഗിവ് അപ്പ് ചെയ്യുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിടിച്ചോ, കള്ളം പറയാറില്ല ഞാൻ, വാക്ക് വലിച്ചിട്ടുണ്ട്. ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം ഇതാണ്, അഡ്മിറ്റ് ഡിഫീറ്റ്. ഗിവ് അപ്പ് ചെയ്യുന്ന എന്താർത്ഥം, അഡ്മിറ്റ് ഡിഫീറ്റ്, അടിയറവ് പറയുക, തോൽവി സമ്മതിക്കുക, സറണ്ടർ ചെയ്യുക, ക്വിറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് ഗിവ് അപ്പിന്. ഓർത്ത് വെച്ചോളെ, ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ഡിഫീറ്റ്, തോൽവി സമ്മതിക്കുക, അതിനെയാണ് ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞത്. സോ നെവർ ഗിവ് അപ്പ് ഇൻ യുവർ ലൈഫ് അല്ലേ. വൺ ഹു നെവർ ഗിവ്സ് അപ്പ് കനോട്ട് ബി ഡിഫീറ്റഡ് എന്ന് പറയുന്നത് അല്ലേ. അവരെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല അല്ലേ. അടുത്ത റേക്കപ്പ്. ഗിവ് അപ്പ് ഒന്നുണ്ട്, അടുത്തത് റേക്കപ്പ്. റേക്കപ്പ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല കേട്ടോ. റേക്കപ്പ്, ഈ റേക്കപ്പ് എന്ന വാക്കിൻ്റെ ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം ഇതാണ്, മെൻഷൻ സംതിങ് അൺപ്ലസന്റ് ഇൻ ദ പാസ്റ്റ് അഗൈൻ. അതായത് പാസ്റ്റിൽ ഏതോ സംഭവിച്ചിട്ടുണ്ട്, എന്തൊരു അൺപ്ലസന്റ് ആയ കാര്യം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. അങ്ങനെയല്ലേ, നമ്മൾ പുറത്തു ക്ഷമിച്ചു കൊടുത്ത ഒരു കാര്യങ്ങൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്തോ നമ്മൾ കുത്തിപ്പൊക്കിയതിടും. പണ്ട് നടന്നങ്ങാണ്ട് നടന്ന കാര്യം, പക്ഷെ വീണ്ടും അത് മെൻഷൻ ചെയ്യാറുണ്ട് നമ്മൾ ചില സമയത്ത് അല്ലേ. ദ ഇൻസിഡൻറ്റ് റേക്ഡ് അപ്പ് in your conversation. I remember the incident raked up during your conversation. ഒരു കോൺവെർസേഷൻ്റെ സമയത്ത് ആ ഇൻസിഡൻറ്റ് വീണ്ടും നീ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് അല്ലേ, വീണ്ടും അത് മെൻഷൻ ചെയ്ത കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഓർ അൺകവർ സംതിങ് അല്ലേ, ഹിഡൻ ആയിട്ടിരുന്ന ഒരു കാര്യം നമ്മൾ അല്ലെങ്കിൽ മൂടി വെച്ച ഒരു കാര്യത്തിന് നമ്മൾ വീണ്ടും കുത്തിപ്പൊക്കുക അല്ലേ, അതിന് റേക്കപ്പ് എന്ന് പറയും. അപ്പോൾ അൺകവർ എന്നൊരു അർത്ഥമുണ്ട്. അതേപോലെ തന്നെ മെൻഷൻ സംതിങ് അൺപ്ലസന്റ് ഇൻ ദ പാസ്റ്റ് അഗൈൻ, അത് പാസ്റ്റിൽ നടന്നൊരു സംഭവം, അൺപ്ലസന്റ് സംതിങ് ദാറ്റ് ഇസ് അൺപ്ലസന്റ് ദ പാസ്റ്റ്, അത് വീണ്ടും മെൻഷൻ ചെയ്യാം. യു മെൻഷൻ സംതിങ് അൺപ്ലസന്റ് അഗൈൻ, അതിനെയാണ് നമ്മൾ പറയുന്നത് റേക്ക് അപ്പ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾറൈറ്റ്. Can you please tamp down the volume? That's great. You have to tamp down. Shahana, tamps down alla. You have to tamp down. Tamps vanda. S cut ide. Tamp down your emotion towards him. Great. I never give up. Nitin, that's a great one. Adibly. I think we hit a snag. That's a great sentence. Don't give up in your life. Yes, that's great. Rajin, tamp down the intact hindrances to claw his way. Oh, Shamma say set. തിരുമ്പി വന്നിട്ട് വീണ്ടും ഉഷാറായിട്ട്. ഐ നെവർ ഗിവ് അപ്പ് കുക്കിംഗ് ഈവൻ ദോ ഐ ഹാവ് വെരി ബാഡ് കുക്കിംഗ്. ഐ ഹാവ് വെരി ബാഡ് കുക്കിംഗ് വാട്ട്? ഐ ഹാവ് വെരി ബാഡ് കുക്കിംഗ് എക്സ്പീരിയൻസ് അല്ലേ. എനിക്ക് ഭയങ്കര ബാഡ് കുക്കിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഞാൻ ഐ നെവർ ഗിവ് അപ്പ് എന്ന് കൊടുക്കാം അല്ലേ. ദ ഓപ്പോസിഷൻ ടീം ഗേവ് അപ്പ് ദ ഫൈനൽസ്. കുക്കിംഗ് സ്കിൽസ് ഓക്കെ, ശരി ശരി, സെറ്റ്. നിൻ്റെ സ്കിൽസ് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഓക്കെ, ഗ്രേറ്റ്. ഓൾ റൈറ്റ്. അപ്പോൾ ലെറ്റ്സ് മൂവ്. ഗവൺമെൻറ് ഹാവ് ടു ടാം ഡൗൺ ദ fuel prices. Yeah, all right, that's great. അടുത്ത ക്ലോ വൺസ് വേ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ക്ലോ വൺസ് വേ എന്ന് പറഞ്ഞാൽ റീച്ച് എ പ്ലേസ് ആഫ്റ്റർ ഗ്രേറ്റ് എഫേർട്ട്. കഷ്ടപ്പെട്ടതിനെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുക അല്ലെങ്കിൽ കഷ്ടപ്പെട്ട ഒരു കാര്യം അച്ചീവ് ചെയ്യുക, അതിനാണ് റീച്ച് എ പ്ലേസ് അല്ലെങ്കിൽ അച്ചീവ് സംതിങ് ആഫ്റ്റർ ഗ്രേറ്റ് എഫേർട്ട്, അതിനാണ് ക്ലോ വൺസ് വേ എന്ന് പറയാം.
കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ എന്താ പറയുക, reach a place or achieve something with great effort. രണ്ട് കേട്ടോ, ഇത് സെയിം മീനിങ് വരും കേട്ടോ, ഓർക്കണം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലോ വൺസ് വേ എന്ന് പറയുക. അടുത്ത വാക്ക് ഞാൻ എടുത്തിടാനുള്ള കാര്യം വെച്ചാൽ, ഇന്ന് ആ ആർട്ടിക്കിൾ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ് ഇത് എന്താ ചോദിക്കുമ്പോൾ ഞാൻ പറയണ്ട. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കും. ഇത് വൺ വേർഡായിട്ട് ചോദിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും പിടിച്ചു ഈ വൺ വേർഡ്. എത്നിസേഷൻ എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്. എത്നിസൈസേഷൻ എന്ന് പറഞ്ഞാൽ a political process of ascribing ethnic or racial identities to a relationship, social practice, a group that did not identify itself as such for the purpose of domination and social inclusion. A particular group ഒരു നമ്മുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ പ്രാക്ടീസിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, റേഷ്യൽ ഐഡൻറ്റിറ്റീസ് വെച്ച് ഒരു എന്താ പറയുക, ഒരു ഡിവിഷൻ ക്രിയേറ്റ് ആണ്. റേഷ്യൽ ഐഡൻറ്റിറ്റീസ് വെച്ചൊരു ഡിവിഷൻ ക്രിയേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എത്നിക് ഐഡൻറ്റിറ്റീസ് വെച്ച് ക്രിയേറ്റ് ആണ്. അതിനാണ് നമ്മൾ റേഷ്യലൈസേഷൻ, എത്തനൈസേഷൻ എന്ന് പറയാം. രണ്ടും ഉണ്ട് കേട്ടോ. അതിന് ഓർത്തോണം, ഇത് റേഷ്യലൈസേഷനും ഇത് തന്നെയാണ്. ഈ എത്തനൈസേഷനും അതുപോലെ റേഷ്യലൈസേഷനും സെയിം സാധനം. അത് നമ്മൾ കളർ ഐഡൻറ്റിറ്റി, റേഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കളർ, ഒരാളുടെ കളർ ഐഡൻറ്റിറ്റി വെച്ചിട്ട്, അതുപോലെ തന്നെ ഒരാളുടെ മറ്റേ എത്നിസിറ്റിയെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ അവർ ഡിവൈഡ് ചെയ്തിട്ട് വരുന്നൊരു പൊളിറ്റിക്കൽ പ്രോസസ്സ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കണേ, ഫോർ ദ പേർപ്പസ് ഓഫ് ഡോമിനേഷൻ അല്ലെങ്കിൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഒന്നെങ്കിൽ ഈ റേഷ്യൽ കമ്മ്യൂണിറ്റിക്ക് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യും, വേറൊരാൾക്കാരെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് എത്തനിസൈസേഷൻ അല്ലെങ്കിൽ റേഷ്യലൈസേഷൻ. റേഷ്യലൈസേഷൻ സ്പെല്ലിംഗ് നോക്കട്ടെ. റേഷ്യലൈസേഷൻ. ഓക്കെ, നിങ്ങൾ വായിക്കുമ്പോൾ ഇസഡ് ഒക്കെ കാണാം, എത്നിസൈസേഷൻ ഇസഡ് കാണാം. എസ് ആണ് ബ്രിട്ടീഷ് സ്പെല്ലിംഗ്, അതുകൊണ്ട് എസ് ഇടുന്നു. ദാറ്റ്സ് ഓൾ. ഇസഡ് ഇട്ടാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അത് അമേരിക്കൻ സ്പെല്ലിംഗ്. ദാറ്റ്സ് ഓൾ. സോ എത്നിസൈസേഷൻ എന്നും റേഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെയിം സംഭവമാണ്. എത്നിക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റേഷ്യൽ ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റിലേഷൻഷിപ്പിലോ സോഷ്യൽ പ്രാക്ടീസിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നു. ഇനി പൊളിറ്റിക്കൽ പ്രോസസ് ആണ് കേട്ടോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പേർപ്പസ് ഓഫ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ എത്നിസൈസേഷൻ ആൻഡ് റാഡിക്കലൈസേഷൻ എന്ന് പറയാം. ഇത് ഉപയോഗിക്കാറുണ്ട്, പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ആൾക്കാരെ പിളർക്കാനും ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അത് വല്ലാണ്ട് നടക്കുന്നുണ്ട് മണിപ്പൂരിൽ. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്, നമുക്കൊരു വലിയൊരു ഹേർഡിലാണ് ഈ പറഞ്ഞ എത്നിസൈസേഷൻ. ഇറ്റ്സ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആക്ച്വലി. അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കൂടെ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് വായിക്കണം ഒന്ന് പറഞ്ഞു തന്നേക്കാം എന്ന് പറഞ്ഞട്ടോ. സോ ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. ഗുഡ് മോർണിംഗ്. ഇഫ് യു ട്രൈ ടു wake up, it will negatively affect his parents. All right. Rake up എന്താ അനുപമ? ഇഫ് യു ട്രൈ ടു റേക്ക് അപ്പ് ദ ഇഷ്യൂ, എന്തെങ്കിലും ഇത് കൊടുക്കുക, ഒബ്ജക്റ്റ് കൊടുക്കുക കേട്ടോ. നെവർ ഗിവ് അപ്പ് യുവർ ഡ്രീംസ്, മിറക്കിൾസ് ഹാപ്പൻ എവറി ഡേ. ഓൾ റൈറ്റ്. അറ്റ് ലാസ്റ്റ് ദ കൾപ്രിറ്റ് ഗിവ്സ് അപ്പ് before the police. That's great. I don't want to hit a snack. That's great. She is trying to rake up the issue again. That's great. കണ്ടോ ലക്ഷ്മി ഇപ്പോൾ കൊടുത്ത കണ്ടോ, ഇപ്പം ഞാൻ അനുപമ കണ്ടോ ലക്ഷ്മി കൊടുത്ത കണ്ടോ, ഷീ ഈസ് ട്രൈങ് ടു റേക്ക് അപ്പ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കൊടുത്തു, എന്ത്, ദ ഇഷ്യൂ അഗൈൻ എന്ന് കൊടുത്തു കേട്ടോ. അത് I hit a snack which was stamped on by my friend. All right. I don't think it is necessary to rake up the old quarrels. That's great. Good morning again, MLA. Hitting a snag is a process of life and solving the problem is a duty of us. All right, that's great. Arati raked up the skeleton in the cupboard whenever her husband mocks her. Adibuli. Havamole, good morning. He wants to claw his way getting through difficulties. That's great. I strongly urge my husband to give up smoking because he's a chain smoker. Okay. തീവണ്ടിയാണല്ലേ പുള്ളി. ഷൈനി, ഗുഡ് മോർണിംഗ്. അതെ, കുറേ കാലമായിട്ടോ ലൈവിൽ ഒന്ന് ഉഷാറായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട്. യു ഹാവ് ടു സ്റ്റോപ്പ് ബ്രേക്കിംഗ് അപ്പ് ദ ഇൻസിഡൻറ്റ് അഗൈൻ, അതർവൈസ് ഇറ്റ് വിൽ ഹേർട്ട് യു ബാഡ്ലി. ദാറ്റ്സ് ഗ്രേറ്റ്.
അത് ഇന്ന് ഫുൾ ടീം വന്നിട്ടുണ്ടല്ലേ. സത്യം എല്ലാവരോടും ഒരുമിച്ച് വരുന്ന ഒരു അസുലഭ നിമിഷമാണിത്. ഗവൺമെന്റ് ട്രൈസ് ടു സ്റ്റാമ്പ് ഡൗൺ ദ ഡെങ്കു ഫീവർ. ഡെങ്കുവിന്റെ സ്പെല്ലിംഗ് നോക്കിയേ, ഡെങ്കി. ഇറ്റ്സ് നോട്ട് ഡെങ്കു. പ്രൊനൗൺസിയേഷൻ ഡെങ്കു ആണ്, ജി ആണ്, കെ അല്ലേ, ജി ആട്ടോ സോനൽ. പക്ഷേ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഇസ് ഡെങ്കി ആണ്. എഴുതുന്ന ഡെങ്കു എന്നാണ്, പക്ഷേ പ്രൊനൗൺസിയേഷൻ ഇസ് ഡെങ്കി ഫീവർ കേസസ് ആസ് ദ ഡെത്ത് ഓൾസോ എസ്കലേറ്റിംഗ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ തന്നെ. അറ്റ് ലാസ്റ്റ് ഹി ക്ലോ ഹിസ് വേ. ഓക്കെ ശരത്തെ, ഗുഡ് മോർണിംഗ്. ശരത്തിനെ ഞാൻ ലൈവിൽ കണ്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. ഇന്ന് എന്തായാലും ഒരു ഭാഗ്യം കിട്ടും. ഇന്ന് രാവിലെ കൂടെ നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെ ആലോചിച്ചോളൂ. നിന്റെ മെസ്സേജ് ഞാൻ കോമന്റ് സെക്ഷനിൽ എപ്പോഴും കാണാറുണ്ട് കേട്ടോ ശരത്തെ. Good morning. Instead of adopting a ploy to tamp down the conundrum faced by inhabitants, they simply rakes up. ഒരു ആരതേ ഇല്ല. They ആണ് സബ്ജക്റ്റ്, പ്ലൂറൽ ആണല്ലോ, അപ്പോൾ അതിന്റെ വേർബ് പ്ലൂറൽ കൊടുക്കണേ. They simply rake up. കേട്ടോ. I tamp down my anger. That's great. Please tamp down your anxiety. If you hit a snag in your life, never give up. You must claw your way for future. Way for future അല്ല, way to future. ഫ്യൂച്ചറിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ വന്നിട്ട് ലക്ഷ്മി, അതാ കറക്റ്റ്. മെയിൽ ഷോവനിസം ഓഫൻ ടേൺസ് ഫീമെയിൽ എത്നിസിറ്റി. ടേൺസ് ഇൻറ്റു ആണോ? ടേൺസ് ഇൻറ്റു ആണോ ഷമാസെ? ടേൺ ഇൻറ്റു അതാണ് ഉദ്ദേശിക്കുന്നത്. വെറും ടേൺസ് ടേണിൻ്റെ കൂടെ എപ്പോഴും ഇൻറ്റു കൊടുക്കാറുണ്ട്. വെനെവർ എ പ്രോബ്ലം ഹ്യൂജ് പ്രൊട്ടസ്റ്റ് ബ്രേക്സ് ഔട്ട് against union government, the BJP resorts to ethnicization, religious polarization. All right. നന്ദീഷൻ വേറെ ലുക്കിലായല്ലോ. എന്ത് പറ്റി 2018 എടുത്ത് മാറ്റിയത് നന്ദീഷ? അതൊന്നും എനിക്ക് ആളാരാന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഞാൻ നന്ദീഷൻ തന്നെയാണോ ഉറപ്പിച്ചതാ. ഡോണ്ട് ഗിവ് അപ്പ് അവർ ഡ്രീം അറ്റ് എനി predicament. Great. Hitting a snag is a part of life. Yes, it is. The consumers ask the shopkeepers to tamp down the price of commodities. That's great. It is inevitable for him to hit a snag in peaceful milieu. That's great. Good morning, Purnima. ആദ്യമായിട്ടാണ് ഞാൻ ലൈവിൽ പൂർണ്ണിമയെ കാണുന്നത്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. ഹി ഇന്റൻഷനലി avoid his fast food eating habit to tamp down unnecessary putting weight. Okay, that's great. Unnecessarily putting weight. All right. During the struggle between rural people and government, the people raked up the events that happened to them in past. Great. Life is fruitless when it is not hitting a snag. സത്യം അല്ലേ ഷമാസെ? പ്രശ്നം വന്നാലേ നമുക്ക് എന്താ പറയുക, പ്രശ്നമില്ലായ്മ സന്തോഷത്തിന്റെ വില അറിയത്തുള്ളൂ. സത്യമാണ് അല്ലേ? കോയിൻ ഹാസ് ബോത്ത് സൈഡ്സ്. അത് രണ്ടും നമ്മൾ അറിയണം അല്ലേ? ഐ നീഡ് ടു tamp down my volume. That's great. Many people have that habit of raking up issues by adding fuel to the fire. That's great. Okay, hitting a snag is common. Yes, that's great. ഇത് വേറെ അക്കൗണ്ട് ആണോ? ഓ, വെറുതെ അല്ല. ഞാൻ വിചാരിച്ചു നിന്റെ 2018 എവിടെ പോയത്. ഓക്കെ നന്ദീഷ. I give up in front of him. That's great. Demarcating people on the basis of ethnicization is one of the modes of adopting votes. യെസ്, പൊളിറ്റിക്കൽ അജണ്ടയിൽ പെടുന്ന ഒന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ, പൊക്ക. യെസ്. അപ്പം നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോലെ. ടാം ഡൗൺ എന്ന വാക്ക്, ഹിറ്റ് സ്നാഗ്, ഗിവ് അപ്പ്, റേക്ക് അപ്പ്, ക്ലോ വൺസ് വേ, എത്നസൈസേഷൻ. അടുത്തലോട്ട് നമ്മൾ പോകണം. ഈ എത്നസൈസേഷൻ മറ്റൊരു പേരാണ് റാഡിക്കലൈസേഷൻ. കേട്ടോ. അടുത്ത സെറ്റിലോട്ട് പോകണം. സെയിം കാര്യങ്ങളോട് പിടിച്ചോ. ഫൈൻഡ് വൺസ് ഫീറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഫ്രഞ്ച് ഓപ്പൺസിനെ പറ്റി പറയുമ്പോഴേ നമ്മുടെ ഇഗ സ്വീറ്റ്സ്കോ എന്ന പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. ആ പുള്ളിക്കാരിയെ പറ്റിയും ഭയങ്കരമായിട്ട് വളരെ ഹൈലി അക്ലെയിംഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ഹർ അച്ചീവ്മെന്റ് ഫ്രഞ്ച് ഓപ്പൺസിൽ. അപ്പം അതിൽ നമ്മുടെ അവരെ പറ്റി പറയുമ്പോഴാണ് പറയുന്നത് ഷീ ഫൗണ്ട് ഹർ ഫീറ്റ് എന്ന് പറയുന്നുണ്ട്. സോ ഷീ ഫൗണ്ട് ഹർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നത് ഷീ ബിക്കം കോൺഫിഡൻറ്റ് ആൻഡ് സക്സസ്ഫുൾ. നമ്മൾ ഒരു കാര്യത്തോട്ട് അഡാപ്റ്റ് ചെയ്ത് പോകില്ലേ, ഇഫ് യു ആർ അഡാപ്റ്റിംഗ് ടു സംതിങ് യു അക്ലമറ്റൈസ് വിത്ത് ദ സിറ്റുവേഷൻ അല്ലേ. ഒരു സിറ്റുവേഷനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുവാണ്, അഡാപ്റ്റ് ടു എ സിറ്റുവേഷൻ or you acclimatize to a situation. That means you are being so confident and successful in something. അതാണ് ഫൈൻഡ് വൺസ് ഫീറ്റ് എന്ന് പറയാം അല്ലേ. സ്വന്തം കാലിൽ നിൽക്കുക. എവ്രി വൺ മസ്റ്റ് ബി ഏബിൾ ടു ഫൈൻഡ് വൺസ് അല്ല ഹിസ് ഫീറ്റ്, വൺസ് അല്ല ഹിസ് ഫീറ്റ്, അവനവൻ്റെ വേണ്ടേ. അപ്പോൾ അതിനാണ് ബി കോൺഫിഡൻറ്റ് ഓർ സക്സസ്ഫുൾ എന്നർത്ഥം. അടുത്ത പോളിഗ്ലോട്ട്. നമ്മളിന്ന് ജോക്കോവിച്ചിനെ പറ്റി പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. ജോക്കോവിച്ച് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിക്കാരനൊരു പോളിഗ്ലോട്ടാണ്. പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പോളി എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ, മൾട്ടിപ്പിൾ, നമ്പർ ഓഫ് അല്ലേ, ഇന്യൂമറബിൾ എന്നർത്ഥം, ഒരുപാട് എന്നാണ് അർത്ഥം. അപ്പോൾ പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ നോയിങ് ഓർ യൂസിങ് സെവറൽ ലാംഗ്വേജസ്, പല ലാംഗ്വേജസ് അറിയുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ജോക്കോവിച്ച്. അപ്പം ജോക്കോവിച്ചിനെ പറ്റി പറയുമ്പോൾ ഓർത്താൽ മതി ഹീസ് എ പോളിഗ്ലോട്ട്. ഇപ്പം നമുക്ക് ഒന്നിലധികം രണ്ടിലധികം ഭാഷ അറിയാമെങ്കിൽ, മൾട്ടിപ്പിൾ ഭാഷ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം യു ആർ എ പോളിഗ്ലോട്ട് എന്ന് പറയാം. അതിപ്പോൾ ഇന്റർനാഷണൽ ലാംഗ്വേജ് ആവണമെന്നില്ല കേട്ടോ. സോ ഐ ക്യാൻ സേ ഐ എം എ പോളിഗ്ലോട്ട്. ഞാനൊരു പോളിഗ്ലോട്ടാന്ന് പറയാം.
അതെ. അപ്പോൾ പോളിഗ്ലോട്ട് എന്ന് പറയാം. ബിക്കോസ് ഇഫ് യു ആർ എ പോളിഗ്ലോട്ട് യു ക്യാൻ യൂസ് സെവറൽ ലാംഗ്വേജസ്. നോ സെവറൽ ലാംഗ്വേജസ്. അങ്ങനെയാണെങ്കിൽ യു ആർ എ പോളിഗ്ലോട്ട് എന്ന് പറയാം. അടുത്ത് നോക്കിയേ, റൺ അപ്പ്. RUN കഴിഞ്ഞിട്ട് ഹൈഫൻ ഉണ്ട്, ശ്രദ്ധിച്ചോണേ. റൺ അപ്പ് ഒരു വൺ വേർഡ് ആണ്. റൺ അപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീരിയഡ് പ്രൊസീഡിങ് ടു എ നോട്ടബിൾ ഈവന്റ്. ഒരു നോട്ടബിൾ ഈവന്റിന് മുൻപുള്ള ഒരു അവസ്ഥയ്ക്ക്, ഒരു പീരിയഡിന് പറയുന്ന പേരാണ്. ഒരു ഭയങ്കര നോട്ടബിൾ ആയിട്ടൊരു ഈവന്റ് ഉണ്ട്, അതിന് തൊട്ട് മുമ്പുള്ള ആ അവസ്ഥയ്ക്ക് നമ്മൾ റൺ അപ്പ് പറയും. റൺ അപ്പ് ബിഫോർ ദി ഇലക്ഷൻ. ഇറ്റ്സ് എ റൺ അപ്പ് ടു ദി ഇലക്ഷൻ. ഇതെന്തിനുള്ള പരിപാടിയാണ് അല്ലെ? റോഡ് പണി നടത്തുമ്പോൾ നമ്മൾ പറയും ഇത് എന്തിനാന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇറ്റ്സ് എ റൺ അപ്പ് ടു ദി ഇലക്ഷൻ എന്ന് പറയാറുള്ളത് നമ്മൾ. അതേപോലെ അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിൽ. എന്തുകൊണ്ടാണ്? ഇലക്ഷൻ വരുമല്ലേ, അതിന് മുമ്പ് സെറ്റാക്കി എന്താ പറയാ, ഇപ്പോൾ ഭരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ആൾക്കാരെ ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ അവർക്കത് ക്ഷീണം തട്ടും. ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണോ അത് ക്ഷീണം തട്ടും, അങ്ങനെ പറയില്ലേ? സോ ദാറ്റ് ഇസ് റൺ അപ്പ് എന്ന് പറഞ്ഞാൽ ദ പീരിയഡ് പ്രിസീഡിങ് ടു എ നോട്ടബിൾ ഇവന്റ്. പ്രിസീഡ് ചെയ്യുക ബിഫോർ അല്ലെ, ബിഫോർ ആ നോട്ടബിൾ ഇവന്റിനാണ് നമ്മൾ എന്താ പറയുക, റൺ അപ്പ് എന്ന് പറയാം. മറന്നുപോലെ ശ്രദ്ധിച്ചോണേ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, ഓൾ റൈറ്റ്, ലെറ്റ് മീ സീ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ടു ഹിറ്റ് എ സ്നാഗ് ഇൻ സം പീപ്പിൾസ് ലൈഫ്. ഓഫ് കോഴ്സ് അല്ലേ അനുപേ? ഇതൊക്കെ എന്ത്, നമ്മളിതൊക്കെ എത്ര കണ്ടതാണ് അല്ലേ? ഐ ടാംഡ് ഓൺ മൈ ലേസിനെസ്. ദാറ്റ്സ് എ ഗ്രേറ്റ് സെന്റൻസ്. ബിലാഹരിയെ, good morning. He clawed his way. Okay, clawed his way. Yes, he clawed his way to reach the dream job. That's great, Adira. Okay, they simply wake up. Yes, he quickly found one sweet. How much addi? He quickly found one sweet. He അല്ലേ, അപ്പൊ ഹിസ് ഫീറ്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഈ വൺസ് എന്നൊക്കെ ഞാൻ കൊടുക്കുന്ന സാധനം നിങ്ങൾ എന്തിനാണെന്ന് അറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇതന്നെ സംഭവം. ഈ വൺസിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏതൊരു പൊസിറ്റീവും കൊടുക്കാം. പോസിറ്റീവ്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനത് എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഏതും കൊടുക്കാം. അതായത് ഇപ്പോൾ മൈ ഫീറ്റ് കൊടുക്കാം അല്ലേ, ആർ ഫീറ്റ് കൊടുക്കാം, യോ ഫീറ്റ് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെ ഞാൻ എടുത്തത് പറയും, സങ്കടം വന്നോട് പറയുന്നതാണ്. കാര്യം നിങ്ങളത് ശ്രദ്ധിക്കണം. ഹിസ് ഫീറ്റ്, ഹെർ ഫീറ്റ്, ഇറ്റ്സ് ഫീറ്റ്, അതിൻ്റെ എന്ന് പറയാം, ദെയർ ഫീറ്റ്. ഇതൊക്കെ പോസിറ്റീവ്സാ, പോസിറ്റീവ് അഡ്ജക്റ്റീവാ. അപ്പോൾ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നൗണിന്റെ മുമ്പ് നമുക്ക് ഏതൊക്കെ അഡ്ജക്റ്റീവ് കൊടുക്കാം, പോസിറ്റീവ് അഡ്ജക്റ്റീവ് കൊടുക്കാം. എൻ്റെ ഫീറ്റ്, നമ്മുടെ ഫീറ്റ്, നിങ്ങളുടെ ഫീറ്റ്, ഹിസ് അവൻ്റെ ഫീറ്റ്, ഹർ അവളുടെ ഫീറ്റ്, ഇറ്റ്സ് അതിൻ്റെ ഫീറ്റ്, ദെയർ അവരുടെ ഫീറ്റ്, ഏത് കൊടുക്കാം. വൺ ഫീറ്റിന്റെ സ്ഥാനത്ത് എന്തും കൊടുക്കാം കേട്ടോ, ഏതൊരു പോസിറ്റീവും കൊടുക്കാം, ശ്രദ്ധിക്കാം. എത്നിക് ഔട്ട്ഫിറ്റ് ഓഫ് ആർദി ഫൗണ്ട് എ ഫീറ്റ് ആസ് ഷീ ഡിപ്പെൻഡ് ഇൻ ദ പാസ്പോർട്ട് ബേസിക് നീഡ്. ഫൗണ്ട് ഹെർ ഫീറ്റ് ഇല്ലല്ല, അല്ല ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓക്കെ പക്ക. ഞാൻ വിചാരിച്ചു ഔട്ട്ഫിറ്റ് മറ്റേ കോസ്റ്റ്യൂം ആണെങ്കിൽ തെറ്റാണ്. അത് എത്തനിക് ഔട്ട്ഫിറ്റ് എന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കോസ്റ്റ്യൂമാണ് പറ്റില്ല. കോസ്റ്റ്യൂം എങ്ങനെ കോൺഫിഡൻ്റ് ആയെന്ന് പറയാം, കോസ്റ്റ്യൂമിൽ ഒരിക്കലും കോൺഫിഡൻ്റ് ആകാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് കോൺഫിഡൻ്റ് ആകാൻ പറ്റുള്ളൂ അല്ലേ, അങ്ങനെ വരാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ശ്രദ്ധിക്കുന്നത് ഷമാസെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളാം. വി വിൽ ഫൈൻഡ് എ ഫീറ്റ് ആഫ്റ്റർ റിയലൈസിങ് വി ആർ അലോൺ ഇൻ അവർ വേ. പിന്നല്ല ഷഹാന, നീ കൊള്ളാൽ ഇന്ന് ഫുള്ള് പഴയ ഷഹാനയിൽ നിന്ന് എന്താ പറയുക, ഒരു പുതിയ ഷഹാന. ഞാൻ പറഞ്ഞു പണ്ട് മറ്റേ ഒരു പടം ഉണ്ടല്ലോ, നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ട്. മമ്മൂട്ടിയുടെ പടത്തിനകത്ത് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഞാനിപ്പോൾ പഴയ ബാലനല്ല, ഞാനിപ്പോൾ സ്വാമി ആത്മചൈതന്യ എന്ന് പറഞ്ഞൊരു ഡയലോഗ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനിപ്പോൾ പഴയ ബാലനല്ല, ഞാനിപ്പോൾ പഴയ ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ് വീട്ടിൽ കിടന്ന് കളിക്കാറുണ്ട്. അതേപോലെ എനിക്ക് ഷഹാനയുടെ സെൻറ്റൻസ് വായിച്ചപ്പോൾ ഞാനിപ്പോൾ പഴയ ഷഹാനയല്ല, പുതിയ ഇതൊക്കെ ബുദ്ധനെ ഇത് കിട്ടിയ പോലെ ഉള്ള ഷഹാനയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഷഹാനയുടെ സെൻറ്റൻസ് കേട്ടോ. വി വിൽ ഫൈൻഡ് എ വേ. ശരിയാണ്, നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് റിയലൈസ് ചെയ്യുന്ന സമയം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒറ്റ കാലം നിൽക്കണം, യു ഹാവ് ടു ബി കോൺഫിഡൻറ്റ്, യു ഹാവ് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ് എന്ന് മനസ്സിലാവുന്നത്. പെട്ടെന്ന് എനിക്ക് ഷഹാനയിലുള്ള ആ വളർച്ച മനസ്സിലായത് കേട്ടോ. ഷഹാന ഷീ റേക്സ് അപ്പ് അഗൈൻ. റേക്സ് അപ്പ് എന്ത് അഗൈൻ അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, റേക്കപ്പ് ചെയ്തു. എന്ത് റേക്കപ്പ് ചെയ്തു? റേക്കപ്പ് ദ പ്രോബ്ലം, റേക്കപ്പ് ദ ഇഷ്യൂ, റേക്കപ്പ് ദ ഇൻസിഡൻറ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഒബ്ജക്റ്റ് വേണം കേട്ടോ. ദ കൊളംബോ ആർമി ക്ലൗഡ് ദ വേ ടു സേവ് ദ ചിൽഡ്രൻ ഫ്രം ആമസോൺ ഫോറസ്റ്റ്, ഓപ്പറേഷൻ ഹോപ്പ്. അത് ഭയങ്കര ഒരു ഇതല്ലേ, ആ പിള്ളേരെ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത് വലിയൊരു, ശരിക്കും അതിൻ്റെ പേര് ഓപ്പറേഷൻ ഹോപ്പ് അല്ലേ. എമിൽ Bilahari, good morning again. I'm not a polyglot. Okay, Anushree, you are shown up to be a sincere teacher. Show up, clearly visible. Thank you. Okay, I'm so glad. You are shown up എന്ന് കൊടുക്കുമ്പോൾ വിസിബിൾ ആവപ്പെടുക അല്ല, പാസിവൈസേഷൻ കൊടുക്കില്ല. യു ഷോഡ് അപ്പ് ടു ബി എന്ന് കൊടുത്തു, അല്ലെങ്കിൽ യു ഷോ അപ്പ് ടു ബി എന്ന് കൊടുത്തു. ഓക്കെയാണ്, യു എന്ന് കൊടുത്താൽ കുഴപ്പമില്ല. അല്ലാതെ യു ആർ ഷോഡ് അപ്പ് കൊടുക്കരുത് ഫാത്തിമ. യു ആർ ഷോഡ് അപ്പ് അല്ല, യു ഷോ അപ്പ് ടു ബി സിൻസിയർ ടീച്ചർ എന്ന് കൊടുക്കുക. അപ്പം എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ എം ഓണേഡ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, എന്നാലും പറയാണ്. ഇന്ന് വിനു ഇല്ലല്ലോ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ വിനു എന്നെ എന്തെങ്കിലും താത്തിക്കെട്ടി പറയേണ്ടതാണല്ലോ. വിനു ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു. ഷീ ഫൗണ്ട് ഹർ ഫീറ്റ് ആഫ്റ്റർ he left her. Okay, fine, that's a great sentence. We have to find one's feet. One's feet അവിടെ കൊടുക്കരുത്. സണ്ണിലെ വി എന്ന സബ്ജക്റ്റ് എങ്കിൽ വീട് പോസിറ്റീവ് കൊടുത്തേ, വീട് പോസിറ്റീവ് ആർ ഫീറ്റ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ, വി ഹാവ് ടു ഫൈൻഡ്
our feet to tamp down the lethargy. കേട്ടോ? കാര്യം വെച്ചാൽ ശ്രദ്ധിച്ചോണം, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ മൈ ഫീറ്റ്, സബ്ജക്റ്റ് വി ആണെങ്കിൽ ആർ ഫീറ്റ്, സബ്ജക്റ്റ് യു ആണെങ്കിൽ യുവർ ഫീറ്റ്, സബ്ജക്റ്റ് ഹി ആണെങ്കിൽ ഹിസ് ഫീറ്റ്, സബ്ജക്റ്റ് ഷീ ആണെങ്കിൽ ഹെർ ഫീറ്റ്, സബ്ജക്റ്റ് ഇറ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഫീറ്റ്, സബ്ജക്റ്റ് ദേ ആണെങ്കിൽ ദെയർ ഫീറ്റ്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ? ഇതാണ് ഇത്രയും ക്ലാരിറ്റിയോടെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. തള്ളു വേണ്ട, ഞാൻ നന്നായിക്കൊള്ളാമെന്ന്. തല്ല് വേണ്ട, തള്ളുന്ന പെട്ടെന്ന് ഞാൻ സോറി കേട്ടോ, തല്ല് വേണ്ട അല്ലേ? അതെ, നന്നായി നോക്കൊള്ളാം. ഓക്കെ. ബെൻ ഷോഡ് അപ്പ് ടു ദേവി അൺഎക്സ്പെക്ടഡ്ലി. വെരി ഗുഡ്. ഷോ അപ്പിന് രണ്ടർത്ഥമുണ്ട്. എന്താ? ഒന്ന്, ക്ലിയർലി വിസിബിൾ. ഇറ്റ് ഷോസ് അപ്പ് ഇൻ യുവർ പെർഫോമൻസ്. ഇറ്റ്സ് ക്ലിയർലി വിസിബിൾ ഇൻ യുവർ പെർഫോമൻസ്. നിന്റെ പെർഫോമൻസ് കറക്റ്റായിട്ട് വിസിബിൾ ആണ് കേട്ടോ ഇത് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാം ഫൈനലി യു ഷോഡ് അപ്പ്. അപ്പം നീ എത്തി അല്ലേ? ലൈക്ക് ചിലർ വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില ഫംഗ്ഷനൊക്കെ ചിലരെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് അല്ലേ? ചില ആൾക്കാരൊക്കെ വരും എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ പറയുന്നതായിരിക്കും, അങ്ങനെ വരുമൊന്നുമില്ലായിരിക്കും. പക്ഷെ നമ്മളൊരു ഒരാളെ ഇങ്ങനെ വിളിച്ചു കഴിയുമ്പോഴേക്കും വരില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു യാത്രയ്ക്കോ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒക്കെ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ഫീല്. അതിനെന്താ വിളിക്കാന്ന് എനിക്കറിയില്ല. സർപ്രൈസ് എന്നോ നിർവൃതിന്നോ അതിനൊരു ഡിഫിനിഷൻ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഓരോരുത്തർക്ക് ഓരോ ഫീലിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെ അതിൻ്റെ ഒരു പേര് കൊടുക്കുക? സോ അതിനാണ് ഷോ അപ്പ് ചെയ്യാന്ന് പറയുക. അത് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് കൈനിട്ടാണ്. എന്നാൽ പോലും ഷോ അപ്പ് ചെയ്യുന്നതാണ് അറൈവ് ചെയ്യുക, എത്തിച്ചേരുക. ഫൈനലി യു ഷോഡ് അപ്പ്. നീ എത്തി അല്ലേ ആ സാധനം ഓർത്തോട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ് മീ സി. Ben showed up, പറഞ്ഞു, you can find your feet by attaining a good job and good living condition. Yeah, that's a great sentence. Atira, Shahana is running up actually. Majority of the people hit a snag during the flood. Yes, Anna. Most celebrities are polyglot. Yeah, പരമാവധി ആൾക്കാരും ലാംഗ്വേജ് വളരെ ഇതായിട്ട് പഠിച്ചു, because that's very important അവരുടെ ലൈഫിൽ. Many Malayalis are polyglots. Yeah. People show up your documents. Please show up your documents before leaving from the country. That's great. All right. Yes. Finally, he showed up. That's great. My mother-in-law, something of a polyglot. She speaks 5. My mother-in-law is a polyglot എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഉറുദുവിൽ തെറി വിളിക്കോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നന്നായി. നമുക്കറിയാത്ത ഭാഷ ആയതുകൊണ്ട് എന്ത് പറഞ്ഞോട്ടെ അല്ലേ? പിന്നല്ലേ നീ ധൈര്യമുണ്ട് ഇന്ത്യയിലോട്ട് പാടാ എന്ന് പറയുന്ന പോലെ. എനിക്ക് നമ്മളറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ പാണ്ടിപ്പട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. I showed up late to the editorial class. Second entry, അതെ late ആയല്ലോ അല്ലേ? Anyway, welcome. Most of the Keralites are polyglots as they are flexible creatures of the world. ആണോന്ന് ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളുണ്ട് അല്ലേ? It shows up your talent to the audience. That's great. Run up for the event. Teacher gathered the students in auditorium. That's great. ഞാൻ വിളിച്ചില്ലെങ്കിലും പോകും. അതിന് എന്ത് വിളിക്കും മിസ്സേ? അതിനെന്ത് വിളിക്കുമല്ലോ? വിളിച്ചില്ലെങ്കിലും പോകുന്നവർ നമ്മൾ എന്താ വിളിക്കുക? അതിന് ഡിക്ഷണറിയിൽ ഇതുവരെ പേരൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. വലിഞ്ഞു കയറി വരുന്നവർ. After passing the prelims exam, he finds one feat to prepare for the upcoming exam. That's great. Muttaiya Muralidharan found his feet due to the support of Arjuna Ranatuga. Yes. Finding nation's feet in economic sustainability is a Himalayan task. Allala, Himalayan task എന്നൊരു ഇതില്ല, ഹെർക്കൂലിയൻ ടാസ്ക്. നമ്മൾ അതിൻ്റെ ഇതില്ലേ, എന്താ ഇഡിയം പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഹെർക്കൂലിയൻ ടാസ്ക് എന്നാ. ബാലി കയറാമല കേട്ടോ. Your sure hard work showed up in your performance. That's a great sentence, Anil. He's a polyglot. Great. അടുത്ത നോക്കിയേ, push the envelope. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത അടുത്ത ഒരു ഇഡിയം പിടിച്ചോ. ഇതൊക്കെ പുതിയതാണ് ഇന്നത്തെ. Approach or extend the limits of what is possible. ഏതറ്റം വരെ പോകാവോ അത്രയും വരെ ഞാൻ പോയി. I push the envelope അല്ലേ, for my success. I pushed the envelope for my personal reasons. എനിക്ക് പേഴ്സണൽ റീസൺസ് ഉള്ളതുകൊണ്ട് ഞാൻ ഏതറ്റം വരെ പോകാവോ ആ അറ്റം വരെ പോയി അല്ലേ. നമ്മുടെ ഇതിൻ്റെ അകത്തെ ജോർജ് കുട്ടി ഇല്ലേ, നമ്മുടെ ദൃശ്യത്തിലെ ജോർജ് കുട്ടി അങ്ങനെയല്ലേ? ഹി പുഷ് ദ എൻവലപ്പ്. എന്താ പറയുക, ഹി എക്സ്റ്റെൻഡ് ദ ലിമിറ്റ്സ് ഓഫ് വാട്ട് ഇസ് പോസിബിൾ. എത്ര പറ്റുമോ അത്ര മാത്രം അവൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അല്ലേ. കാരണം ഹി ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ഹിസ് ഫാമിലി. അതുപോലെ ഹിസ് എ പോളിഗ്ലോട്ട്, ദാറ്റ് ഇസ് വൈ ഹി സർവൈവ്സ് എവറിവെയർ. That's great. Everywhere ഒറ്റ വാക്ക് കേട്ടോ, ഷൈനി ഒറ്റ വാക്ക്. People showed up to the party after going away. People, എനിക്ക് എന്താ പറ്റിയ റിന്റു? Sorry Shamase. She showed up. That's great. I want to find my feet. That's great. Amrita. That's great. അപ്പോൾ ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ഇതിലോട്ട് പോയാലോ, സിനോണിംസ് ആന്റണിംസിലോട്ട് പോയാലോ. Find one's feet, polyglot, run up, show up, push the envelope. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്. മറ്റേ സെറ്റ് നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്. കുറച്ച് അധികം ഉണ്ട്, പുതിയത് കുറേ ഉണ്ട്, നോക്കിക്കോളാം. എന്നിട്ട്
പഠിച്ചോണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിനോണിംസ് ആൻറ്റണിംസിലോട്ടൊക്കെ പോകാം, റിലേറ്റഡ് വേർഡ്സിലോട്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രി മെയിൻസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ. അപ്പോൾ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. ഉഷാറായിട്ട് പഠിച്ചു മഹാപാക്കിലുള്ളവർക്ക് ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ LSGSൻ്റെ ഡിഗ്രി പ്രിലിംസിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 21-ാം തീയതി. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യും. 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റിയോടെ PSC നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് LDC 2024 നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഇപ്പോഴേ പഠിച്ചുവിടാം, അവസാനം എന്താ പറയുക നെറ്റോട്ട് ഓടരുത്. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. അപ്പോൾ ഇപ്പോഴേ പഠിക്കുക, ബേസിട്ട് പോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോർണിംഗ് സീരീസ് ഒക്കെ ഉണ്ട്, LDCൻ്റെ സീരീസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ. ഇതൊക്കെ കിട്ടണമെങ്കിൽ എൻ്റെ കോഡ് മറക്കണ്ട കേട്ടോ. കോഡ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കയറാം. എൻ്റെ കോഡ് ഇതാണ് Y314, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അവൈൽ ചെയ്ത് ക്ലാസ്സിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ കാര്യം മറക്കണ്ട. ലെറ്റ്സ് മൂവ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേർഡ്സിലോട്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തെ വേർഡ് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ഞാൻ പറഞ്ഞു എത്നിസൈസേഷൻ വല്ലാത്തൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ് നമ്മുടെ മണിപ്പൂരിൻ്റെ നോർമൽ സ്യൂട്ട് വരാത്തതിന്. സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തടസ്സം, ഒബ്സ്റ്റക്കിൾ, ബാരിയർ, ഹേർഡിൽ അല്ലെങ്കിൽ ഹിൻഡ്രൻസ്, ഇംപെഡിമെൻ്റ് എന്നൊക്കെ പറയില്ലേ. ഒരുപാട് വാക്കുകളുണ്ട്. ഞാൻ പിന്നെ എല്ലാ വാക്കുകളോടും എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണ്. അത് ഓർത്ത് വെച്ചാൽ ഇത് പിന്നെ ഇവിടെ നിന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു പുതിയ ട്രെൻഡാണ്, വിച്ച് ഇസ് നോട്ട് എ സിനോണിം ഓഫ് the word in it. അത് ഭയങ്കര ട്രെൻഡാ. മെൻഷൻ ദ വേർഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സിനോണിം ഓഫ് ഇൻ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൽ സിനോണിം ആണ് ഇവ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റംബ്ലിംഗ് ബ്ലോക്കിൻ്റെ സിനോണിംസ് ആണ് ഒബ്സ്റ്റക്കിൾ, ബാരിയർ, ഇംപെഡിമെന്റ്, ഹേർഡിൽ, ഹിൻഡ്രൻസ് എന്നൊക്കെയുള്ള കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ ആണല്ലോ അത് ഓർത്തോണം. Teacher asks the students to push their envelope before the final exam to get 100% result. That's great. I'm jealous to my sister because she's a polyglot. I'm jealous to Allah. I'm jealous of my sister. Keto Lakshmi. I'm jealous of my sister because she's a polyglot. Sometimes you have to push the envelope to reach the destination. That's great. It is not easy to become a polyglot. She found her feet to speak for herself and pushed the envelope when all others offended her. That's a great sentence. Mother cat pushed the envelope to protect her kittens. Great. ഇന്ന് ഷഹാന ഭയങ്കര ഒരു എന്താ പറയുക മച്ചൂർഡ് ലെവലിലാണല്ലോ സംസാരിക്കുക. എനിക്ക് എന്ത് പറ്റി അല്ലേ, എൻ്റെ ഷഹാനിക്ക് എന്ത് പറ്റി, എൻ്റെ ഷഹാൻ ഇങ്ങനെ അല്ല, എൻ്റെ ഷഹാൻ ഇങ്ങനെ അല്ല എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഐ ഷോഡ് അപ്പ് ഏർലിയർ ഇൻ ടു മൈ അക്കാഡമി ടുവേർഡ്സ് എഡിറ്റോറിയൽ ആൻഡ് ടു മാനേജ് ക്ലാസ് ടൈം. ഹായ് അനുശ്രീ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ എം സോ ഓണേർഡ് ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് as well. Every challenge is a chance to push the envelope, so use it wisely. Anubhe, great. Pushing the envelope and leaving no stones unturned paved the way for Amla's success. That's great. Each and every detail of the image was shone up due to the high picture quality. Great. Government pushes the envelope to find out a panacea for the allegation. Great. Sometimes some relatives become a stumbling block in one's career. Satyam. Always try to push the envelope for success. That's great. Eminem is an eminent rapper. ഓക്കെ, ഓൾ റൈറ്റ്. എന്തോ പറ്റിയില്ലേ, എനിക്ക് തോന്നി നിനക്ക് എന്തോ പറ്റി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സത്യമായിട്ട് തോന്നുന്നു നിനക്ക് എന്തോ പറ്റിയത്, എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത റിഡ്രസ് കേട്ടോ. റിഡ്രസ് എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് യൂസേജ് ഉണ്ട്, നൗണായിട്ട് വേർബായിട്ട് നമുക്ക് ഉപയോഗിക്കാമേ ഈ റിഡ്രസ്. റിഡ്രസ് കമ്മിറ്റി എന്നൊക്കെ പറയില്ലേ, റെമഡി, റെപ്പറേഷൻ, കോമ്പൻസേഷൻ എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ റിഡ്രസ് എന്ന നൗണിന് കേട്ടോ. റെമഡി, കോമ്പൻസേഷൻ, റെപ്പറേഷൻ എന്നൊക്കെയാണ് റിഡ്രസിൻ്റെ നൗൺ. അപ്പോൾ വേർബായിട്ട് പറയുന്നത് എങ്ങനെയാണ്, റെമഡി കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, റെമഡി ചെയ്യുക എന്ന വേർബ് ഉണ്ട് കേട്ടോ. എന്നാൽ പോലും അല്ലാതെ എന്ത് പറയും, റെക്ടിഫൈ ചെയ്യുക, നമ്മൾ ചെയ്തൊരു കാര്യം കറക്റ്റ് ചെയ്യുക അല്ലേ. കാര്യം നമ്മൾ എന്തോ ഒരു നഷ്ടം വരുത്തിയിട്ടുണ്ട്, അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന്, ഗ്രീവൻസ് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് റിഡ്രസ് ചെയ്യുക എന്ന് പറയാം. റിഡ്രസ് ചെയ്യുക എന്ന് പറയുന്നത് സത്യം. അപ്പം അതേ സാധനത്തിൻ്റെ സിനോണിം എന്താ, റെക്ടിഫൈ ചെയ്യുക, റെമഡി ചെയ്യുക, കറക്റ്റ് ചെയ്യുക, റൈറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. സോ ദാറ്റ് ഈസ് അതിൻ്റെ മീനിങ്. നൗണായിട്ടും വേർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കാം, ഒരേ മീനിങ് ഉള്ള സാധനം റിഡ്രസ്. അടുത്ത വാൻറ്റൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് എൻ്റെ ഒരു വിശ്വാസം. യെസ്, കഴിഞ്ഞ ദിവസങ്ങളിൽ വാൻറ്റൻ ഒരു അഡ്ജക്റ്റീവാണ്. അർത്ഥം ഇതാണ്, ഡെലിബറേറ്റ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം. വിൽഫുൾ, മലീഷ്യസ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പറയുന്നത് ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണേ, അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നതിന് നെഗറ്റീവ് വേ ആണ്, നോട്ട് ഇൻ എ പോസിറ്റീവ് വേ കേട്ടോ. ഇതൊരു നെഗറ്റീവ് ഇതാണ്, എന്താ പറയുക, അഡ്ജക്റ്റീവാണ്, നെഗറ്റീവാണ്. സോ വാൻറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിബറേറ്റ്, അറിഞ്ഞുകൊണ്ടുള്ള ചെയ്യുന്നൊരു കാര്യം അല്ലേ. അതുപോലെ തന്നെ വിൽഫുൾ, മലീഷ്യസ്, ക്രൂവൽ അല്ലെങ്കിൽ വിഷ്യസ് അല്ല, വളരെ ക്രൂരമായ രീതിയിൽ ഒരാളോട് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് വാൻറ്റൻ പ്രോട്ടസ്. വാൻറ്റൻ വയലൻസ് എന്നൊക്കെ പറയും, അതായത് അറിഞ്ഞുകൊണ്ടുള്ള വയലൻസാണ്. വാൻറ്റൻ ആഴ്സൺ, അതായത് വാൻറ്റൻ ആഴ്സൺ അറിഞ്ഞുകൊണ്ട് നമ്മൾ തീയിടും അവരെടുത്ത്, എങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമില്ല, അതാണ് വാൻറ്റൻ എന്ന് പറയും. അത് മറക്കല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത എഫക്റ്റ്.
എഫക്റ്റ് അഫക്റ്റ് അല്ലേ എഫക്റ്റ് എഫക്റ്റ് മാറിപ്പോരുത് അഫക്റ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയാറില്ലേ ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം അഫക്റ്റ് വേർബാണ് അഫക്റ്റ് ചെയ്യുക വേർബ് മാത്രം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഫക്റ്റ് ചെയ്യുക പറയാം അല്ലേ that is affect it affected me badly വളരെ മോശമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തു അത് അല്ലെ നിന്റെ വേർഡ്സ് affected me a lot his words affected me his deeds affected me എന്നൊക്കെ പറയില്ലേ അപ്പോൾ അഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യണം എഫക്റ്റ് നൗണും ഉണ്ട് എഫക്റ്റ് റിസൾട്ട് ആഫ്റ്റർ എഫക്റ്റിന്റെ റിസൾട്ട് കോൺസിക്വൻസ് ഔട്ട്കം എന്നൊക്കെ പറയില്ലേ ആ എഫക്റ്റിന്റെ ആ സാധനത്തിന് ഓർത്തോണേ ഈ എഫക്റ്റ് എന്ന വാക്കിന് ഔട്ട്കം കോൺസിക്വൻസ് എന്ന് പറയുന്ന അതേപോലെ വേർബ് മീനിങ് കൂടെ ഉണ്ട് വേർബായിട്ടും അത് ഉപയോഗിക്കുക എഫക്റ്റ് ചെയ്യുക എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം തന്നെ അച്ചീവ് ചെയ്യുക അക്കംപ്ലിഷ് ചെയ്യുക അല്ലേ എഫക്റ്റഡ് എ ചേഞ്ച് അച്ചീവ്ഡ് റിസൾട്ട് എഫക്റ്റഡ് എ റിസൾട്ട് എന്നൊക്കെ പറയില്ലേ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ എഫക്റ്റഡ് ബിൽ അച്ചീവ് ചെയ്തു ബിൽ അച്ചീവ് ചെയ്തു അങ്ങനെയൊക്കെ പറയില്ലേ എഫക്റ്റ് ചെയ്തു എന്ന് പറയാം കേട്ടോ അച്ചീവ് ചെയ്യുക അക്കംപ്ലിഷ് ചെയ്യുന്ന അർത്ഥമാണ് എഫക്റ്റ് ചെയ്യുക എന്ന വേർബ് ഒന്ന് മറക്കല്ലേ മാറിപ്പോകുന്ന കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് പെടുന്ന ഈ സാധനം പിന്നുള്ളത് എമിനൻറ്റിലും നിങ്ങൾക്ക് കൺഫ്യൂസിങ് വേർഡ്സ് അറിയാം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മൾ എമിനൻറ്റിൻ്റെ കൂടെ നമുക്ക് അറിയാവുന്നതാണ് ഇമിനൻറ്റ് എന്താ ഇമിനൻറ്റിൻ്റെ മീനിങ് ഇമിനൻറ്റ് ഒബ്ജക്റ്റീവ് എന്താ ഇമിനൻറ്റ് മീനിങ് പറഞ്ഞ പിള്ളേരെ വാട്ട് ഇസ് ഇമിനൻറ്റ് പറയൂ ഇമിനൻറ്റ് എന്ന മീനിങ് എന്താണ് അതുപോലെ നമുക്ക് വേറൊരു സാധനം കൂടി അറിയാം അല്ലേ വേറൊരു സംഗതി കൂടി നമുക്കറിയാം ഇമനൻറ്റ് ഇമനന്റ് രണ്ടും മാറിപ്പോയത് പറയണം ഇമനന്റും ഇതൊക്കെ എക്സാമിന് വരുന്ന വാക്കുകളാണ് ഇമനന്റ് ഒരു ഐയും ഇതും മാറിപ്പോകുന്നത് അപ്പോൾ എമിനന്റ് എന്ന വാക്കിനകത്ത് ഞാൻ പറഞ്ഞുതരാം ഇല്ലസ്ട്രിയസ് ആയിട്ടുള്ള ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഓർത്തോണേ വളരെ ഇല്ലസ്ട്രിയസ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള എന്നൊക്കെയാണ് വെൽ നോൺ ഇതൊക്കെയാണ് എമിനന്റ് എന്ന വാക്കിനർത്ഥം വെൽ നോൺ ആയിട്ടുള്ള എന്നൊക്കെ ഒരു പേഴ്സണാലിറ്റിയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി പറയാം എന്നാൽ ചില കാര്യങ്ങൾ ആർ എമിനന്റ് ഫ്രം യുവർ വേർഡ്സ് ഒബ്വിയസ് ക്ലിയർ ഒരു കാര്യം ഭയങ്കര എമിനന്റ് ആണ് നിന്റെ വേർഡ്സിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ ഡീഡിൽ നിന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ക്ലിയർ ആണ് നിന്റെ വാക്കിൽ നിന്ന് വളരെ ഒബ്വിയസ് ആണ് നിന്റെ വാക്കിലൂടെ എന്നൊക്കെ പറയുന്നത് എമിനന്റ് അപ്പോൾ എമിനന്റിന്റെ രണ്ടർത്ഥമുണ്ട് രണ്ട് തരത്തിൽ അതിന് ഉപയോഗിക്കാം ഫേമസ് വെൽ നോൺ ഇല്ലസ്ട്രിയസ് ഡിസ്റ്റിങ്വിഷ്ഡ് എന്നൊക്കെ പറയാം എന്നാൽ അതേ സമയത്ത് ഒബ്വിയസ് ആണ് ക്ലിയർ ആണെന്നും എമിനന്റ് പറയാം ഇനി നമ്മൾ പറയാണ് ഇമിനന്റ് എന്ന വാക്ക് ആരും പറഞ്ഞില്ലല്ലോ ഇത്ര നേരം സമയം തന്നിട്ട് ആരും പറഞ്ഞില്ല എന്താണ് പിള്ളേരെ നോട്ട് ടെല്ലിങ് മീ എന്നാൽ പിന്നെ ഞാൻ പറയേണ്ടി വരുമായിരിക്കും എന്നാൽ ഞാൻ പറയുകയാണേ ഇമിനന്റ് എന്ന വാക്കിനർത്ഥം ഇമിനന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോച്ചിങ് ആണെന്ന് അർത്ഥം അതായത് വിന്റർ ഇസ് ഇമിനന്റ് എന്നൊക്കെ പറയില്ലേ വിന്റർ ഇസ് കമ്മിങ് ഇതാ വരാൻ പോവാണെന്ന് പറയില്ലേ അപ്രോച്ചിങ് യെസ് നന്ദിഷ ഗ്രേറ്റ് അത് തന്നെ ഇമിനന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ ഇമിനന്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് ആയിട്ടുള്ള അതായത് നമ്മുടെ ഉള്ളിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രിൻസിക് ആയിട്ടുള്ള ഇൻഹെറന്റ് ആയിട്ടുള്ള അല്ലെ നേരത്തെ ഉള്ളത് അതിനാണ് ഇമനന്റ് എന്ന് പറയുക അപ്പോൾ മാറിപ്പോരുത് ഇമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എമിനന്റ് എന്ന് പറഞ്ഞാൽ ഇല്ലസ്ട്രിയസ് വെൽ നോൺ ഒബ്വിയസ് ക്ലിയർ എന്നൊക്കെ ഇമനന്റ് എന്ന് പറഞ്ഞാൽ അപ്രോച്ചിങ് ഇമനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രിൻസിക് അല്ലെങ്കിൽ ഇൻഹെറന്റ് എന്നൊക്കെ പറയുന്ന സാധനം അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചോളാം ഓക്കെ ആണേ ഒന്ന് മനസ്സിലുണ്ടായിരിക്കണേ നോക്കട്ടെ എവിടെ വരും the Indio എമിലെ അടി അതാ കിട്ടി ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ കൂടെ ഒരു എന്താ പറയുക നമ്മളതിനെ വിളിക്കുന്നത് പേര് എന്താണ് പ്രോപ്പർ നൗണിൻ്റെ കൂടെ ഒരിക്കലും നമ്മളെന്ത് കൊടുക്കില്ല ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ കൊടുക്കില്ല അതിനെ കോമൺ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലാതെ പക്ഷേ യുണൈറ്റഡ് നേറ്റ്സ് അങ്ങനെയുള്ള കോമൺ പല സ്റ്റേറ്റുകളിൽ കൂടി വരുന്ന ദ ഫിലിപ്പീൻസ് ഐലൻഡ് ഗ്രൂപ്പുകൾക്ക് അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം ദ കൊടുക്കാം കേട്ടോ പക്ഷേ അല്ലാതെ ഒരു രാജ്യങ്ങളുടെ പേരിൻ്റെ കൂടെ നമുക്ക് ദ കൊടുക്കത്തില്ല ദ ഇന്ത്യ ഒരിക്കലും പറയരുത് വെറും ഇന്ത്യ നീഡ്സ് ടു പുഷ് ദ എൻവലപ്പ് ഫോർ ദ പ്ലേയേഴ്സ് ടു വിൻ ദ അപ്കമിംഗ് വേൾഡ് കപ്പ് ദിസ് ഇസ് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു റീച്ച് ടുഡേ ദാറ്റ്സ് ഗ്രേറ്റ് ഹി പുഷസ് ദ എൻവലപ്പ് ടു ഗെറ്റ് ബാക്ക് ഹിസ് കട്ട് ഡൗൺ സാലറി okay that's great wow shahanal Manipur government takes a step to stop alle agile step to stop the stumbling block between parties in agile the thamas stop stumbling block in our life helps us to develop the life that's great ini SMT's exam undu innalle okay fir rafa okay ഉഷാറായിട്ട് പോയിട്ടോ good work നന്നായി പോയിട്ടോ കേട്ടോ സന്തോഷമായിട്ട് പോയിട്ട് വരുന്നേ all the best stumbling block will happen at every point of one's life but
we need to face it with courage. That's great. Sometimes the stumbling blocks that അപ്പോൾ ഇവിടെ ഉണ്ട് വി നീഡ് ടു ഫേസ് കൊടുത്തുകൊണ്ട് തന്നെ അറ്റ് എവറി പോയിന്റ് ഓഫ് ആർ ലൈഫ് എന്ന് കൊടുക്കണം അതിൽ അപ്പോൾ അത് കറക്റ്റ് ആവുക. സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് വിൽ ഹാപ്പൻ അറ്റ് എവറി പോയിന്റ് ഓഫ് ആർ ലൈഫ് ബട്ട് വി നീഡ് ടു ഫേസ് ഇറ്റ് വിത്ത് കറേജ് എന്ന് കൊടുക്കണേ. സംടൈംസ് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ദാറ്റ് we think hard to overcome will become easy. That's great. Unless you remove the stumbling blocks in your life, you can't move an inch. Move a inch allada an inch. Sanil, an inch. Inch e sound vowel sound alla appo an inch. Keto. All right. Insurance company's redress was highly helpful for her family. That's great. She broke all her stumbling blocks and found her feet to live independently. That's great. He redressed his mistake with the help of his co-workers. Great. ഓ സത്യജിത്തെ വെറുതെ അല്ല നിന്നെ കാണാത്ത, അല്ലെങ്കിൽ നിന്നെ ഞാൻ വിചാരിച്ചു നീ ഡെയിലി ക്ലാസ്സിൽ വരില്ല, ഷെഫീഖ് സാറിൻ്റെ ക്ലാസ്സിലും എൻ്റെ ഷെഫീഖ് സാറിൻ്റെ കമ്പൈൻ ക്ലാസ്സിൽ മാത്രമേ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചേ. വെറുതെ ഇല്ല, പനിയായിരുന്നല്ലേ? ഇപ്പോൾ ഓക്കെ ആയോ? തിരിച്ചു വന്നോ? ഉഷാറായോ? വെൽക്കം ബാക്ക് കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബിക്കേം എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഫോർ മീ. ഓ ക്വാണ്ടാണ് പ്രശ്നം അല്ലേ? ശരിയാക്കി തരാം, അപ്പം ശരിയാക്കി തരാം. Could you find the redress for his particular problem? That's great. You need to redress the mistakes on your project before going to the exam. That's great. The committee redress the problems to the audience. Okay. To the audience അല്ല, ഓഫ് ദ ഓഡിയൻസ്. ഓഡിയൻസിൻ്റെ എന്താ പ്രോബ്ലംസിനെ redress ചെയ്തു എന്ന് കൊടുക്കുക. If you don't want to help me, it's okay. At least don't create stumbling blocks in my way. അല്ലേ, അടിപൊളി. It's a Vanton virus. Okay, malicious അല്ലേ? That's great. His vanity behavior annoyed everyone. Great. Do a task consistently that will affect your future success. Great. It is necessary to find out an appropriate redress to stray dog issue. That's great. Redress to overcome the stumbling block is on her hand. Pinnalla. നിന്റെ കൈ തന്നെ ഉണ്ടെന്ന്, താക്കോൽ എൻ്റെ കൈ തന്നെ ഉണ്ടെന്ന്. Government has done little to redress these injustices. That's great. His wanton behavior affected her very much. All right. Imminent means approaching. Government has little to redress these injustices. Okay. Nowadays there was an increase, MLA, an increase, a increase, an increase, e sound vowel, an increase in the number of wanton murders in the state. The effect reflected in a negative way. Outcome. Yes. Write the effect of this experiment. Right. Redress the complaint as soon as possible. You should bear the effect of whatever you do. That's great. Everyone hates his wanton behavior. Okay. By doing crime wantonly, all right, becomes a negative effect. By doing wantonly, end becomes by doing crime wantonly is a negative effect. Creates a negative effect in order. Creates അല്ലെങ്കിൽ ഡൂയിങ് വേണ്ട, ബൈ വേണ്ട, അവിടെ ബൈ വെട്ടിക്കള, അപ്പോൾ കൊടുക്കും. അപ്പോൾ അത് കറക്റ്റാണ്. ഡൂയിങ് ക്രൈം വാൻഡലി ബിക്കംസ് എ നെഗറ്റീവ് എഫക്റ്റ് എന്ന് കൊടുക്കും. അപ്പോൾ ഓക്കെയാണ്. ക്രിയേറ്റ്സ് ബിക്കംസ് അല്ല, ക്രിയേറ്റ്സ് എ നെഗറ്റീവ് എഫക്റ്റ് എന്ന് കൊടുക്കണം. ടീച്ചർ ആസ് ദ സ്റ്റുഡൻസ് ടു, കേട്ടോ സൺലേ, ടീച്ചർ ആസ് ദ സ്റ്റുഡൻസ് ടു റൈറ്റ് ഡൗൺ ദ എഫക്റ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. ഇറ്റ് ഇസ് എമിനന്റ് ഫ്രം ദ എവിഡൻസ് ദാറ്റ് ഇറ്റ് വാസ് എ വാൻഡൻ മർഡർ. That's great. The parents have the right to redress the children when they are wrong. Great. Sledging is a wanton move by the opponents to demotivate us. That's great. Putin's attitude കേട്ടോ സോനൽ. attitude make a stumbling makes കേട്ടോ. പുട്ടിൻ്റെ attitudes അല്ല, attitude. പുള്ളിയുടെ അപ്രോച്ച്, attitude സിംഗുലർ ആണ്, ഇറ്റ്സ് ആൻ അൺകൗണ്ടബിൾ നൗൺ കേട്ടോ. Putin's attitude makes a stumbling block to stop the ongoing conflict between Russia and Ukraine. ഇപ്പം ഞാൻ കുറേ നാളെ എന്താ പറയുക സോനലിൻ്റെ സെൻറ്റൻസസിൽ റഷ്യ ഉക്രൈൻ വോറിനെ പറ്റി കേട്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, എല്ലാ ദിവസവും സോനൽ റഷ്യ ഉക്രൈൻ വോറിനെ പറ്റി ഇങ്ങനെ പറയുന്ന കാര്യം ഞാൻ ഓർക്കാറുണ്ട്. In order to achieve success in our life, we always redress the stumbling blocks. That's great. Shashi Tharoor is an eminent personality all over the world. Yeah. His urge to become successful is eminent in his behavior. That's great. But let's move to the next set. Ember. എന്താണ് ember എന്ന വാക്കിൻ്റെ അർത്ഥം? Ember എന്ന വാക്കിൻ്റെ അർത്ഥം cinder, ashes, റെസിഡ്യൂ. നമ്മൾ പറയില്ലേ ചാർക്കോൾ അല്ലെങ്കിൽ ഒരു വുഡ് എന്താ പറയുക കത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ആ അവശിഷ്ടമില്ലേ, ആ കുറച്ച് കത്തുന്ന ഒരു എരി ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ആംബർ. ഓക്കെ. സിൻഡർ, ആഷസ്, റെസിഡ്യൂ അല്ലെങ്കിൽ ചാർക്കോൾ, അതിനെയാണ് ആംബർ എന്ന് പറയുക. ആംബർ അല്ല, എംബർ. ഓക്കെ, ഓർത്തോണം, എംബർ. അടുത്തത് കോൺഫ്ലഗ്രേഷൻ. കോൺഫ്ലഗ്രേഷൻ എന്ന് പറയുന്നത് നൗൺ എന്താണ്, അർത്ഥം എന്നാണ്? ഫയർ അല്ലേ? ബ്ലേസ്, ഫ്ലെയിംസ്, ഇൻഫേർണോ, അതിനാണ് അല്ലേ ഫയർ. ആ ഫയർ തീപിടുത്തമില്ലേ, അതിന് കോൺഫ്ലഗ്രേഷൻ എന്ന് പറയുന്നത്. കോൺഫ്ലഗ്രേഷൻ എന്ന് പറയുന്ന ടോർത്ത് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പുതിയതല്ല. അടുത്ത സ്പൊറാഡിക് അറിയാലോ, സ്പൊറാഡിക് റെയിൻ. മഴയുണ്ടോ? ഇല്ല, അവിടെ വല്ലപ്പോഴും ഒക്കെ അല്ലേ.
ഒക്കേഷണൽ റെയിൻ. സ്പൊറാഡിക് റെയിൻ എന്ന് പറഞ്ഞാൽ ഒക്കേഷണൽ റെയിൻ അല്ലേ. ഇൻഫ്രീക്വൻ്റ് ആണ്, പീരിയോഡിക് ആണ്, ഓഡാണ്, എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും അല്ലേ, അതിനാണ് സ്പൊറാഡിക് എന്ന് പറയാം. അപ്പോൾ ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇറഗുലർ ആയിട്ട് വരുന്ന സാധനമാണ് സ്പൊറാഡിക് എന്ന് പറയാം. അടുത്ത എൻറ്റെയിൽ ചെയ്യുക. എന്താണ് എൻറ്റെയിൽ ചെയ്യുക? നെസസിറ്റേറ്റ് ചെയ്യുക അല്ലേ, റിക്വയർ ചെയ്യുക, നീഡ് ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക, അതിനാണ് എൻറ്റെയിൽ ചെയ്യുക നമ്മൾ പറയാം കേട്ടോ. സോ എൻറ്റെയിൽ ചെയ്യുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? നെസസിറ്റേറ്റ് ചെയ്യുക, റിക്വയർ ചെയ്യുക, നീഡ് ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ എൻറ്റെയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം, മറന്നുകൊണ്ട് കേട്ടോ. അടുത്ത ബാറ്റേർഡ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു ബാറ്റേർഡ്. ഇന്ന് ബാറ്റേർഡ് പീപ്പിൾ എന്ന് പറയും, ബാറ്റേർഡ് ഫോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ബീറ്റൺ, അബ്യൂസ്ഡ് ആയിട്ടുള്ള, ത്രാഷ്ഡ് ആയിട്ടുള്ള, ഹിറ്റ് ആയിട്ടുള്ള, അസോൾട്ടഡ് ആയിട്ടുള്ള, അതാണ് ബാറ്റേർഡ് എന്ന് പറയുന്നത്. അടിച്ചമർത്തപ്പെട്ടെന്നൊക്കെ പറയില്ല നമ്മൾ, അത് ഓക്കെ, അത് ഓർത്തോളൂ കേട്ടോ. Can you redress him from the wanton activities? That's great. His surprise imminent was his surprise imminent ഓ ഇല്ലില്ല, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇമിനന്റ് നൗൺ അല്ലല്ലോ, ഒബ്ജക്റ്റീവ് അല്ല. അപ്പോൾ ഹിസ് സർപ്രൈസ് ഇമിനന്റ് എന്ന് പറയില്ല. അവിടെ നൗൺ കൊടുക്കാതെ ഇമിനന്റ് വന്ന് ഇത് കൊടുക്കാൻ പറ്റില്ല മാളു. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഹിസ് സർപ്രൈസ് ഇമിനന്റ്, ഇമിനന്റിന് അവിടെ അത് കൊടുക്കില്ല നമ്മൾ, മനസ്സിലായോ? ഇമിനന്റ് എന്ന് പറഞ്ഞാൽ അപ്രോച്ചിങ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, സർപ്രൈസ് അപ്രോച്ചിങ്ങോ, ഓ അവൻ്റെ വരവ് എന്നാണോ ഉദ്ദേശിച്ചത്, അറൈവൽ ആണോ ഉദ്ദേശിച്ചത്? അവിടെ ഇമിനന്റ് കൊടുക്കരുത്, നൗൺ അല്ല, ഇമിനന്റ് നൗൺ അല്ല, അബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം, ഹിസ് സർപ്രൈസ് അറൈവൽ വാസ് അൺബിലീവബിൾ എന്ന് കൊടുക്കട്ടോ മാളു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും മാളു ഉദ്ദേശിച്ചത്. ഐ ബിക്കം വാൻറ്റൺ വെൻ മൈ സിസ്റ്റർ കട്ട് ദ ചോക്ലേറ്റ് ഈവൻ 1 mm മോർ ദൻ മൈൻ. അടിപൊളി. ഞാനും അങ്ങനെയൊക്കെയാണ്, ഞങ്ങളങ്ങനെ നോക്കിയിരിക്കും എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവെന്ന്. ഞങ്ങൾ 3 പേരും നമ്മൾ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ബോണ്ടാണ്. There are a lot of illustrious cricket players in India in the list published by BCCI. That's great. My criticism had the effect of discouraging my brother completely. ആണോ? അടിപൊളി, അത് കൊള്ളാലോ. Data science is an eminent and lucrative career. Yes. The success rains. Success or Rintu. The summer rains are becoming sporadic in Kerala. ആണ്. ഉണ്ട്, ഇംഗ്ലീഷ് മാത്രം ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാനല്ല ക്ലാസ് എടുക്കണേ. ഇപ്പോൾ നമ്മുടെ ശ്രുതി മിസ്സിൻ്റെ ഇംഗ്ലീഷുണ്ട്, ഈസി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഒരു ബാച്ച് ഉണ്ട്. ശ്രുതി മിസ് ഇംഗ്ലീഷിന് മാത്രമായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. കോഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഡിസ്കൗണ്ട് ഇട്ട് Y314 എന്ന് കോഡ് അപ്ലൈ ചെയ്താൽ മതി. ക്ലാസ്സിൻ്റെ നേരെ Adda247 മലയാളത്തിൽ കയറുക. അല്ലെങ്കിൽ നിതിൻ ഓൾറെഡി നമ്മുടെ മഹാപാക്ക് എടുത്ത കുട്ടിയാണെങ്കിൽ മഹാപാക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇല്ലെങ്കിൽ മറ്റേ നമ്മുടെ കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, ഈസി ഇംഗ്ലീഷിൻ്റെ കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. ദ ന്യൂസ് ഓഫ് കോൺഫ്ലഗ്രേഷൻ ഇൻ ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഷുക്ക് ദ വേൾഡ്. റൈറ്റ്. ഹിസ് wanton behavior is immanent in him, intrinsic in him. That's great. She always entails his presence in her life. That's great. ഇന്ന് ഷഹാന ശരിക്കും വേറെ മൂഡിലാട്ടോ. ഇന്ന് ഷഹാന എനിക്ക് വേറൊരു SSCക്കല്ല ശ്രുതി മിസ് PSCക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഫ്രണ്ടിനാണോ? SSCക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇംഗ്ലീഷ് ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ CGLൻ്റെ ഇപ്പോൾ ലോങ് ടേം ബാച്ച് തന്നെ എടുത്താൽ മതി. അതിൽ നമ്മൾ ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയോട് എന്തായാലും എടുത്തോളം പറയുമ്പോൾ മോക്ക് ടെസ്റ്റ് കൂടെ കൂടുതൽ കിട്ടുമല്ലോ, അത് നോക്കുക. ഇംഗ്ലീഷിന് മാത്രമായിട്ട് ക്ലാസ് ഇല്ല. SSCക്ക് ആണെങ്കിൽ എന്താ ഇത് നോക്കിയാൽ മതി. ഈസി ഇംഗ്ലീഷ് PSCക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്, ബേസിക്സ് കേട്ടോ. ബേസിക് ടു ഇത് ലെവലുള്ള ക്ലാസ്സാണ്. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ SSC ലെവലിൽ അത് പോരാ. ഓക്കെ, അത് പോരാ. ഓക്കെ, അപ്പോൾ അടുത്തോട്ട് പോകാലോ. നെക്സ്റ്റ് സെറ്റ് ആർട്സൺ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു ആർട്സൺ എന്ന് പറയുന്നത് തീ ഇടുക, അറിഞ്ഞുകൊണ്ട് തീയിടില്ലേ, സെറ്റിംഗ് ഫയർ, പൈറോമാനിയ, ഫയർ ബോംബിങ്. ഇന്നും ഉണ്ട് ആർട്സനെ പറ്റി, മണിപ്പൂരിലുള്ള കാര്യത്തെ പറ്റി ആർട്സൺ കേട്ടോ. അതാണ് ആർട്സൺ. സെറ്റിംഗ് ഫയർ, പൈറോമാനിയ, ഫയർ ബോംബിങ് എന്നൊക്കെ പറയും. അതാണ് ആർട്സൺ. അടുത്ത ട്രാൻസെൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം സർപ്പാസ്, അതുക്കും മേലെ പോലെ, ഗോ ബിയോണ്ട്, കട്ട് അക്രോസ്, എക്സൽ ചെയ്യുക, അതിനാണ് ട്രാൻസെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് ചില ഡിവിഷൻസിൽ നമ്മുടെ ലൈഫിൽ ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഓക്കെ, അതൊക്കെ ഒരു റിലീജിയനും ഒരു കാസ്റ്റിനെ കൊണ്ടും ഒന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഈ ട്രാൻസെൻഡ് ദീസ് ഡിഫറൻസസ് അല്ലേ. ചില ആൾക്കാരുടെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ ചില ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഇടപെടുന്നതും അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധമൊക്കെ ട്രാൻസെൻസ് അല്ലേ ദീസ് ഡിഫറൻസസ്. അത് കൾച്ചറൽ ഡിഫറൻസ് ആയിക്കോട്ടെ, റിലീജിയസ് ഡിഫറൻസ് ആയിക്കോട്ടെ, കാസ്റ്റ് ഡിഫറൻസ് ആയിക്കോട്ടെ, അല്ല അതൊന്നും അതിൽ മാനദണ്ഡമേ അല്ലാതായി പോകുന്നുണ്ട്. അതാണ് ട്രാൻസെൻഡ് ചെയ്യുക, സർപ്പാസ് ചെയ്യുക, എക്സൽ ചെയ്യുക അല്ലെ, ഗോ ബിയോണ്ട് അല്ലെങ്കിൽ കട്ട് അക്രോസ് എന്ന് പറയുന്ന സാധനം. ഒന്ന് നോക്കണേ. അടുത്ത നോക്കട്ടെ. Sporadic approach in competitive exam creates elusive thing in your mind. That's great. All right.
Even after the demise of her dad, she sporadically visited her stepmother. That's great. He visits her parents sporadically. All right, that's great. അടുത്ത നോക്കിയേ, ഈജസ്. ഈജസ്, ഇത് ഏജസ് അല്ല, ഈജസ്. സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, ഈജസ്. ഈജസ് പ്രൊനൗൺസിയേഷൻ ഉണ്ടോ? സ്പെല്ലിംഗ് അല്ല, സ്പെല്ലിംഗ് AEGIS ആണെങ്കിൽ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ്, ഈജസ്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ, ഈജസ്. അപ്പൊ ഈജസ് എന്ന് പറഞ്ഞാൽ എന്നാ സാധനം എന്നറിയാമോ? പേട്രണേജ്, സ്പോൺസർഷിപ്പ്, ബാക്കിംഗ് അല്ലെങ്കിൽ സപ്പോർട്ട്, അതാണ് ഈജസ്. ഐ absolutely love, or I'm absolutely happy with your with the aegis you provide, or with your aegis എന്ന് പറയാം. patronage, sponsorship, backing അല്ലെങ്കിൽ സപ്പോർട്ട്, അതിനാണ് aegis എന്ന് പറയാം കേട്ടോ. ഓർത്തോ. അടുത്ത ഹെറാൾഡ്, നൗണും ഉണ്ട് വേർബും ഉണ്ട്. ഈജിസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വേറെ കാര്യം. ഹെറാൾഡ് എന്ന വാക്കിന്റെ അർത്ഥം മെസ്സഞ്ചർ, അല്ലെങ്കിൽ എന്താണ്, ഒരു ഹാർബിഞ്ചർ, ഒരു എന്താ പറയാ, ഒരു എന്താണ്, നമുക്കൊരു എന്താ നിമിത്തോ, എന്താ പറയാ, സൈൻ അല്ലേ, അതൊരു സൈൻ ആണ് കേട്ടോ. ഇറ്റ്സ് എ സൈൻ, സിഗ്നൽ എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം, ഹെറാൾഡ് എന്ന് പറയാം. ഓർത്തോണെ, ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ സൈൻ എന്നൊക്കെയാണ് അർത്ഥം. മെസ്സഞ്ചർ എന്നും പറയും, ദൂതൻ എന്നും പറയും, അതുപോലെ തന്നെ സൈൻ ആണ്. ഇതൊരു നിമിത്തമാണെന്ന് പറയില്ലേ, ഇതൊരു സൈൻ ആണ്, ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്, ശരിക്കും ഒരു എന്താ പറയാ, അതൊരു ഒമ്മനാണെന്നൊക്കെ പറയില്ലേ, നിമിത്തമാണെന്നൊക്കെ പറയും, അതിനാണ് ഹെറാൾഡ് എന്ന് പറയാം. അപ്പോൾ അതിന്റെ വേർബായിട്ടും ഹെറാൾഡ് ചെയ്യുക എന്ന് പറയും, സിഗ്നൽ ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യുക, സെയിം മീനിങ് കേട്ടോ, സെയിം മീനിങ് ഉള്ള നൗൺ ആൻഡ് വേർബാണ് ഹെറാൾഡ് എന്ന വാക്ക് കേട്ടോ, ഓർത്തോ. അടുത്ത വാക്കാണ് അനോയിന്റഡ്. അനോയിന്റഡ് എന്നൊരു വെർബുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ V3 ഫോർമുലേഷൻ വന്നത്, അനോയിന്റഡ് വന്നത്. അനോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ എന്ത് ചെയ്യണം, എന്താ അഭിഷിക്തനാക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലല്ലേ, അതാണ്. അപ്പോൾ അതൊരു റിലീജിയസ് സെറമണിയിൽ നമ്മൾ ഒരാളെ വലിയ അഭിഷിക്തനാക്കി മാറ്റുക എന്നൊക്കെ പറയാം, അതൊക്കെയാണ് അനോയിന്റഡ് എന്ന് പറയാം. സോ അനോയിന്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, ബ്ലസ്ഡ് ആണ്, കോൺസെക്രേറ്റഡ് ആണ്, ഡിവൈൻ ആണ്, ഹോളി ആണ് അല്ലേ. ഓ, നിന്റെയൊക്കെ ഒരു യോഗം, നീ എന്തൊരു അനുഗ്രഹീതനാടാ അല്ലേ. അനുഗ്രഹീതനായ ആരോ എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, അതാണ് അനുഗ്രഹീതനായ ആന്റണിയോ അങ്ങോട്ട് അല്ലേ. അപ്പം അനോയിന്റഡ് എന്ന വാക്കിൻ്റെ ബ്ലസ്ഡ് ആണ്, കോൺസെക്രേറ്റഡ് ആണ്, ഡിവൈൻ ആണ്, ഹോളി ആണ്. ദാറ്റ് ഈസ് അനോയിന്റഡ് എന്ന വാക്ക് ഓർത്ത് വെച്ചോണേ, അനോയിന്റഡ് മറക്കണ്ട കേട്ടോ, അനോയിന്റഡ്. ഇനി നോക്കട്ടെ, ബാക്കി സെന്റൻസ് നോക്കട്ടെ. She entails her documents. Great. Local people at Brahmapuram entail the proper management of waste on the head of എന്താ പറയാ, on the head, ahead of മൺസൂൺ പറയാം, ahead of monsoon പറയാം, അല്ലെങ്കിൽ പറയാം ബിഫോർ മൺസൂൺ പറയാം. ഓൺ ദ ഹെഡ് ഓഫ് എന്ന് പറയില്ല, അത് ദാറ്റ്സ് നോട്ട് എ യൂസേജ്, കറക്റ്റ് അല്ല. കാരണം നോക്കട്ടെ, അത് കറക്റ്റ് ആണോ നോക്കട്ടെ. I don't think that's proper one. എഹെഡ് ഓഫ് എന്ന് പറയാം, ഓൺ ദ ഹെഡ് പറയില്ല, ഓൺ ദ ഹെഡ് പറയില്ല കേട്ടോ, ആ യൂസേജ് ഇല്ല കേട്ടോ, അതില്ല. സോറി, അപ്പോൾ ശ്രദ്ധിക്കണേ, ഓൺ ദ ഹെഡ് അല്ല, എഹെഡ് ഓഫ് മൺസൂൺ കറക്റ്റാണ്. The arson turned the house into a pile of ember. Great, that's a great sentence. Atomic size increases sporadically when comes down to group. Atomic size ne പറ്റി തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ when comes down to group കൊടുക്കുക കേട്ടോ. ഷഹന, I want your aegis to overcome these difficulties. That's great. I'm anointed to have a teacher like you. എൻ്റെ നിക്കിലേ, I'm so honored. വിനു ഇവിടെ ഇല്ലല്ലോ, ഭാഗ്യം. വിനു ഇല്ലെങ്കിൽ ഓടിച്ചാൻ എന്നെ. വിനു ഇല്ലാത്ത കൊള്ളാം. ചില ദിവസം വിനു ഇല്ലാതെ ഇരുന്ന് ശരിക്കും വിനുവിനെ എനിക്ക് ശരിക്കും മിസ് ചെയ്യട്ടെ ഈ ഒരു അവസ്ഥയിൽ. എന്നെ ആരെങ്കിലുമൊക്കെ പൊക്കിയതെന്ന് പറഞ്ഞാൽ അപ്പം വിനു എനിക്ക് എന്നെ താഴ്ത്തിക്കെട്ടാൻ വരും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിതിൻ, യൂട്യൂബിൽ SSC ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ഓർ റാണി മാം, ഹിന്ദിയാണ് ബട്ട് നല്ലതാണ്. കീപ്പ് അപ്പ്. ഓക്കെ, PYQ ക്വസ്റ്റൻസ് ഉണ്ടെന്ന്. ഓൾ റൈറ്റ്. Increases. My cousin is working as a herald in High Court. That's great. അയ്യോ, ഹെറാൾഡ് മെസ്സഞ്ചർ, ആ ഹെറാൾഡ് പറയരുത്, ആ മെസ്സഞ്ചർ പറയരുത് കേട്ടോ. ഇത് ഹെറാൾഡ് അല്ല, അങ്ങനെ നമ്മൾ പറയില്ല. ഒരു പോസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഹെറാൾഡ് എന്ന് പറയരുത് കേട്ടോ. അനുശ്രീ, മൈ ഫ്രണ്ട്സ് ഏജസ് മീ. ഇല്ലില്ല അമൃത, ഈജസ് ഇസ് നോട്ട് എ വേർബ്, നൗൺ ആണ്. മൈ ഫ്രണ്ട്സ് ഈജസ് ഹെൽപ്സ് മീ ഫോർ എവറിത്തിങ് എന്ന് കൊടുത്തു. മൈ ഫ്രണ്ട്സ് സപ്പോർട്ട് എന്ന് കൊടുത്തെങ്കിൽ ഓക്കെ. അല്ലാതെ വേർബായിട്ട് അവിടെ കൊടുക്കുന്നത് ഈജസ് നൗൺ മാത്രമാണ് കേട്ടോ. അവിടെ ഞാൻ കൊടുത്തേക്കണുണ്ട്, നൗൺ മാത്രമാണ്. The heralds of the goat sung a song. എടാ ദേവദൂതർ പാടി, നീ അത് ഇംഗ്ലീഷ് വൽക്കരിച്ചോ? ഡൗട്ട് ഉണ്ടായിരുന്നോ? ആണോ? എനിക്ക് സോറിലൊരു കാര്യം ചെയ്തോ, ഇതിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ വിളിച്ച ഡൗട്ട് ഉണ്ടായിരുന്നു വെച്ചാൽ വേറെ ഡൗട്ട് എന്നാണ് വിചാരിച്ചത്. ഓക്കെ, ആയിക്കോട്ടെ, ശരി. That's an anointed situation happened here. Great.
In order to affect the expense of foreign travelers, the insurance company provides aegis. Great. Company took back the aegis of a wrestler due to the performance in the last match. My brother's childhood days, he arsed an aquarium. Illa. During my childhood, during my brother's childhood, he arson എന്ന് പറയില്ല, ആർസൺ നൗൺ അല്ലേ, അവൻ കത്തിച്ചു എന്നല്ലേ, ഹി സെറ്റ് ഫയർ എന്ന് കൊടുക്കുക, ടു ആൻ അക്വേറിയം എന്ന് കൊടുക്കുക. അത് കൊള്ളാം, അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലും കൊള്ളാം, ബ്രദർ കൊള്ളാലോ. അപ്പോൾ നമ്മുടെ SSC CHSL ലോങ് ടേം ബാച്ചും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് അവൈലബിൾ ആണ്. ഞാൻ ഇപ്പോൾ ബിലാഹരി പറഞ്ഞതിനോട് യോജിക്കുന്നു. ബട്ട് ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും എന്താ പറയുക, ക്വസ്റ്റ്യൻ വർക്കൗട്ട് മാത്രം ചെയ്യരുത്, വിത്ത് പ്രോപ്പർ ബേസിക്സ് കവർ ചെയ്ത് തന്നെ പോകണം കേട്ടോ. ബേസിക്സ് ഇല്ലാതെ നിങ്ങൾ ക്ലാസ്സിൽ കയറി ചുമ്മാ അതും പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ബേസിക്സ് ഉള്ള ആളാണെങ്കിൽ യൂട്യൂബിലെ ഫ്രീ സെഷൻസും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ മതി. യുൽ ഗെറ്റ് ഐഡിയ ആൻഡ് മോക്ക് ടെസ്റ്റിലോട് ചെയ്യാം. പിന്നെ അല്ലാത്തവരാണെങ്കിൽ കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുക. ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ നിങ്ങൾ പഠിച്ചിരിക്കണം എക്സാമിന് പോകുമ്പോൾ. ഓക്കെ കേട്ടോ, അത് ഓർത്ത് ചെയ്യുക. എന്നാലും നിങ്ങൾ ക്ലാസ്സിൽ ഇതാക്കാൻ പറ്റും. 2400 കോഴ്സ് അവൈലബിൾ ആണ്. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യുക, കോഴ്സിൽ പർച്ചേസ് ചെയ്യുക കേട്ടോ. അതിൽ IBPS RRB PO ആൻഡ് ക്ലാർക്കിൻ്റെ ക്ലാസ്സിൽ നിന്ന് ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള മെയിൻസും അതുപോലെ തന്നെ പ്രിലിംസും ഒരുമിച്ചാണ്. അതിലെല്ലാം ഉണ്ട്. ആൻഡ് മോക്ക് ടെസ്റ്റിലുണ്ട്. 425 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 2150 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഈ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യണമെങ്കിൽ Y314 എന്ന കോഡ്, Y314 എന്ന കോഡ് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ RRBയുടെ ഫൗണ്ടേഷൻ ബാച്ച് 4ാമത്തെ ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. 2200 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സുകൾ ലൈവും ഉണ്ട്, റെക്കോർഡും ഉണ്ട്. ജോയിൻ ചെയ്യുക. കോഡ് Y314. റെയിൽവേ എക്സാംസ് വളരെ പ്രോമിസിംഗ് ആയിട്ട് നമ്മൾ വരാൻ പോകുന്നതാണ്. അപ്പോൾ ഇപ്പോഴേ ബേസ് സെറ്റ് ചെയ്യേണ്ട, അത് ശ്രദ്ധിക്കാം. അടുത്തത് ഫീറ്റ്. ഫീറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നോക്കണേ, ഈ ഫീറ്റ് ആണ്, FEET ഫീറ്റ്. കാലിലെ പാദങ്ങൾ ഫീറ്റ് അല്ല, ഈ ഫീറ്റ് FEAT ഫീറ്റ് ആണ്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് അല്ലേ, എന്താ പറയുക, ഫൈൻ വൺസ് ഫീറ്റ് എന്ന് പറഞ്ഞ ഫീറ്റ് FEET ഫീറ്റ് ആണ്. അത് പ്ലൂറൽ ഫീറ്റ് ആണ്, കാലുകൾ, പാദങ്ങൾ. ബട്ട് ഈ ഫീറ്റ് FEAT ഫീറ്റ് ആണ് അച്ചീവ്മെന്റ്, അക്കംപ്ലിഷ്മെന്റ്, ട്രയംഫ്, കൂപ്പ്, ഒരാളുടെ വിജയം. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, അച്ചീവ്മെന്റ്, അക്കംപ്ലിഷ്മെന്റ് എന്ന് വിളിക്കും, ഫീറ്റ് എന്ന് നമ്മൾ വിളിക്കും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളാം. ഓൾ റൈറ്റ്. അടുത്ത് കർട്ടേലിയ. എന്താണ് കർട്ടേലിയ? കട്ട് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെസൺ ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക എന്നൊക്കെയാണ് കർട്ടേലിയ എന്ന വാക്കിൻ്റെ അർത്ഥം. കർട്ടേലിയ എന്ന് പറഞ്ഞാൽ റിഡ്യൂസ് ചെയ്യുക, കട്ട് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെസൺ ചെയ്യുക അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ എന്താ പറയുക കർട്ടേലിയ എന്ന വാക്കിൻ്റെ അർത്ഥം. മറക്കരുത് കേട്ടോ. ഓൾ റൈറ്റ്. Teacher anointed the student before the exam. That's great. Cheetah transcends all other big cats when it comes to speed. Yes. He finds his own feet with the help of aegis provided by him. That's good. He is anointed with a kind heart. That's great. അപ്പോൾ സെറ്റ് ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാണ്. ഈ ഫീറ്റ് ആൻഡ് കർട്ടേൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കുകളാണ്. ദീസ് ആർ ദ വേർഡ്സ് കേട്ടോ. നമ്മുടെ സിനോണിംസ്, ആനോണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിംഗ് വേർഡ്സ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ്, ഒരുപാട് പുതിയ വാക്കുകൾ ഇന്നുണ്ടായിരുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. സെൻറ്റൻസ് നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകും. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. പീപ്പിൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ട്. ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് ലൈക്ക് നോക്കിയേ, പകുതി പേര് പോലും ലൈക്ക് ഇട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര മോശം. സോ ഇഫ് യു റിയലി ലൈക്ക് ദ സെഷൻ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് കേട്ടോ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതാണ് നമ്മുടെ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ. എത്നിസൈസേഷൻ ആൻഡ് പോർ ഗവേണൻസ് ആർ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ടു പീസ് ഇൻ മണിപ്പൂർ. മണിപ്പൂരിൽ പീസ്, സമാധാനത്തിൻ്റെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്, തടസ്സമായിട്ട് നിൽക്കുന്ന രണ്ട് കക്ഷികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് എത്നിസൈസേഷൻ, രണ്ടാമത്തെ എന്താ? പോർ ഗവേണൻസ്. രണ്ടും പ്രശ്നമാണ് അല്ലേ. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തൊക്കെയാണ്? എത്നിസൈസേഷൻ ഇവിടുത്തെ പ്രശ്നമാണ്, അതുപോലെ തന്നെ പോർ ഗവർണൻസും ഇവിടുത്തെ പ്രശ്നമാണ്. അപ്പോൾ മണിപ്പൂരിൽ ആദ്യം ഗവർണൻസ് ഒന്ന് മാറ്റി, ഭരണം ഒന്ന് നന്നായി മാറ്റി പിടിക്കണം. ഭരണത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അഡ്മിനിസ്ട്രേഷൻ ശരിയല്ല. അതുപോലെ എത്നിസൈസേഷൻ അനാവശ്യമായിട്ട് അല്ലെ, പൊളിറ്റിക്കൽ അജണ്ടയുടെ പേരും പറഞ്ഞ് നമ്മൾ എത്നിക് ഐഡന്റിറ്റി വെച്ച് കളിക്കുന്നുണ്ട്. അത് രണ്ടുമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇനി എന്ത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും മണിപ്പൂരിൽ പ്രശ്നമാണ്, നമുക്ക് ഇനി എന്താണ് മണിപ്പൂരിൽ ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. I like to aegis a girl after getting a job. I like to aegis a girl. ഇല്ലല്ല, aegis noun അല്ല, noun ആണ്, verb അല്ല. അപ്പോൾ പിന്നെ to aegis വരും, 2+V1 കൊടുക്കില്ല കേട്ടോ. അനു, നമ്മൾ 2+V1 കൊടുക്കുള്ളൂ. ഇത് noun ആണ്, aegis noun ആണ്. എനിക്ക് പറഞ്ഞത് കറക്റ്റാണ് മാം. We all have anointed to have a teacher like you. And Nambo, I'm so happy to hear that, yet I'm so honored to hear that. I want to transcend all the barriers in front of me. That's good. My friends aegis to do anything sometimes put me in trouble. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഷഹാന തിരിച്ചു വന്നു എന്ന് എനിക്കറിയത്തില്ല. ഷഹാന തിരിച്ചു വരുന്നു, വന്നിട്ടുണ്ടേയിരിക്കുന്നു. ദ പ്രസിഡന്റ് ഓഫ് അസ് സെന്റ് എ ഹെറാൾഡ് ടു US അല്ല, US. അപ്പോൾ US എസും ക്യാപിറ്റൽ കൊടുക്കണം. അതിൽ US സെന്റ് എ ഹെറാൾഡ്
Send, past tense ആണെങ്കിൽ SENT send അല്ലെങ്കിൽ sense കൊടുക്കുക to solve the problem between India and US. കേട്ടോ. The effect of the exam entailed students to prepare well for the exam. My English is an extraordinary feat of Rintu. Oh my God, I'm so honored to hear that. How am I? The feat of Abhilash Tommy made Malayalis proud. Yes. The ember of the wood found in front of his house. That's great. His ages helps me a lot. Great work. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് പോകാം. In the aftermath of a conflict, a return of normalcy must be necessary basis to address the grievances of the affected parties that led to the conflict in the first place. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കേണ്ടതെന്ന് അറിയാം, ഈ കോൺഫ്ലിക്റ്റ് നടന്നു മണിപ്പൂരിൽ ആ കോൺഫ്ലിക്റ്റിൻ്റെ ആഫ്റ്റർമാത്തായിട്ട് നമ്മൾ അതിൻ്റെ കോൺഫ്ലിക്റ്റിൻ്റെ ആഫ്റ്റർമാത്താണ് ഇനി നമ്മൾ തിരിച്ച് നോർമൽസിയോട്ട് വരിക എന്ന് പറയുന്ന ഒരു വളരെ നെസറി ആയിട്ടുള്ള ഒരു ബേസിസ് ആണ്. അത് തിരിച്ച് വരണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ട ഗ്രീവൻസസ് ഒക്കെ അഡ്രസ്സ് ചെയ്യണം. പക്ഷേ ഗ്രീവൻസസ് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നോർമൽസിലോട്ട് ഗ്രീവൻസ് പയ്യെ നോർമൽസിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് ഗ്രീവൻസ് ചെയ്യാം. കാരണം എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നോർമൽസിലോട്ട് നടക്കുകയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പ്ലേസിൽ ചെയ്യേണ്ട കാര്യം എന്നാണ് ഇവിടെ ഓതർ പറയുന്നത്. ദർ കനോട്ട് ബി എനി റിഡ്രസ് വെൻ ഗ്രൂപ്പ്സ് എൻഗേജ് ഇൻ വാൻറ്റൺ. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ, എല്ലാവരും ഭയങ്കര വാൻറ്റൺ ആൻഡ് ടാർഗറ്റഡ് വയലൻസാണ് നടത്തുന്നത്. വാൻറ്റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര വിൽഫുൾ ആയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് ആൻഡ് ഓരോ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വയലൻസാണ് ചെയ്യുന്നത്. വിൽഫുൾ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് അഗൈൻസ്റ്റ് ഈച്ച് അതർ ആണ് ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം നടത്തുക. യൂസ് ബ്ലോക്കേഡ്സ് ടു പ്രിവെന്റ് ദ ട്രാൻസ്പോർട്ട് ഓഫ് സപ്ലൈസ്, കണ്ടിന്യൂ ടു പ്രിവെന്റ് ഡിസ്പ്ലേസ് പീപ്പിൾ ഫ്രം ഗെറ്റിംഗ് ബാക്ക് ടു ദ ഹോംസ് എന്നൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ പ്രശ്നം ഏറ്റവും കൂടുതൽ ഗുരുതരമാകുന്ന എപ്പോഴാണെന്നറിയോ, ഈ ആൾക്കാർ ഒരു കൊട്ട് വിട്ടുവീഴ്ചയ്ക്ക് ശരിയാവണില്ല. അവർ ബ്ലോക്കേഡ്സ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ സപ്ലൈ, അതായത് ബേസിക് എസെൻഷ്യൽ തിങ്സിൻ്റെ സപ്ലൈക്ക് ട്രാൻസ്പോർട്ടിന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, തടസ്സം ഉണ്ടാക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യണം, ദേ പ്രിവെന്റ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ ഫ്രം ഗെറ്റിംഗ് ബാക്ക് ടു ദെയർ ഹോംസ്. ഡിസ്പ്ലേസ് ആയപ്പെട്ട ആൾക്കാർ തിരിച്ച് വീട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ചാൽ നാട്ടിലോട്ട് തിരിച്ചു വരാൻ സമ്മതിക്കില്ല. തിരിച്ചു വരാൻ അവർ ഒരിക്കലും അംഗീകരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലും വരാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം മണിപ്പൂരിൽ സീരിയസ് പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ റിട്ടേൺ ടു നോർമൽസി ആണ് ഫസ്റ്റ് ബിഫോർ ഗ്രീവൻസസ് ആർ ഹേർഡ്. ഗ്രീവൻസസ് ഒക്കെ രണ്ടാമത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം റിട്ടേൺ ടു നോർമൽസി ആണ്. അപ്പം നോർമൽസിയോട് റിട്ടേൺ ചെയ്യുക, എന്നിട്ട് ഗ്രീവൻസസിൻ്റെ കാര്യം നോക്കാം അല്ലേ. ഗ്രീവൻസസ് നമുക്ക് കേൾക്കാം, അതിന് അറുതി വരുത്താം, പക്ഷേ അതിന് മുമ്പ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു നോർമൽസി ആണ്. എന്നിട്ട് മതി ഗ്രീവൻസസ് കേൾക്കുക എന്നാണ് ഇവിടെ. അപ്പോൾ രണ്ടാമത് മതി ഗ്രീവൻസസ് കേൾക്കുക എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ആൻഡ് ഇൻ ഓർഡർ ടു എഫക്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എഫക്റ്റ് ചെയ്യണമെങ്കിൽ, എഫക്റ്റ് ചെയ്യുക അച്ചീവ് ചെയ്യുക, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതാണ് എഫക്റ്റ് എന്ന വാക്ക് വേർബ് കേട്ടോ. ഇൻ ഓർഡർ ടു എഫക്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലീസ് ടോക്സ് ബിറ്റ്വീൻ എമിനന്റ് റെപ്രസെൻറ്റേറ്റീവ്സ്. അതിനെന്താ വേണ്ടത്, ഈ പറയുന്ന റെപ്രസെൻറ്റേറ്റീവ്സ്, ഈ പറഞ്ഞ വെൽ നോൺ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ആയിട്ട് റെപ്രസെൻറ്റേറ്റീവ്സ് തമ്മിൽ എന്ത് വേണം, പീസ് ടോക്സ്, ഒരു നെഗോസിയേഷനിലോട്ട് വരണം. ഫ്രം സിവിൽ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഈ പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം സിവിൽ സൊസൈറ്റി ആണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസും തമ്മിൽ ഇരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് എത്തണം. ഇൻ ദി കോൺഫ്ലിക്റ്റ് ആൻഡ് ടാമ്പിംഗ് ഡൗൺ ഓഫ് എംബേഴ്സ് ഓഫ് വയലൻസ് അല്ലേ, ആഷസ് ഓഫ് വയലൻസ്. ഒരുപാട് കത്തി നശിച്ച് അതുമാത്രം വയലൻസ് ഉണ്ട് ഇവിടെ അല്ലേ, അത്രമാത്രം വയലൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ചിത ഒന്ന് കത്തിക്കിടണമെങ്കിൽ, ടാം ഡൗൺ ചെയ്യണമെങ്കിൽ, റെഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇരു പാർട്ടികളും എന്ന് പറയില്ല, അല്ലെങ്കിൽ പല പാർട്ടികളും കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഒന്ന് തീരുമാനിച്ച് നെഗോസിയേഷനിലോട്ട് എത്തണം. ദാറ്റ് മൈറ്റ് കണ്ടിന്യൂ ഫോളോയിങ് ദ കോൺഫ്ലറേഷൻ ആസ് എ മസ്റ്റ് അല്ലേ. ഈ പറഞ്ഞ തീപിടുത്തവും കാര്യങ്ങളൊക്കെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവർ ഉറപ്പായിട്ടും ഇരുന്ന് തീയൊക്കെ അണയ്ക്കാനുള്ള ഇനിഷ്യേഷൻ അവരെടുക്കണം. ദ പ്രസൻസ് ഓഫ് പാരാമിലിറ്ററി ഫോഴ്സസ് ആൻഡ് ദ അപ്പീൽ ഓഫ് പീസ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ അമിത് ഷാ ആഫ്റ്റർ വിസിറ്റ് ടു ദ ട്രൈബൽ ആൻഡ് ഇംഫാൽ വാലി ഏരിയസ് have helped stem the violence and to an extent, even if sporadic instances of ethnic violence and arson have continued a month after the conflagration in Churachandpur, Imphal and other areas. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ പാരാമിലിറ്ററി ഫോഴ്സ് ഇവിടെ ഉണ്ട്, അവരുടെ പാരാമിലിറ്ററി ഫോഴ്സിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ ഒന്ന് വന്നായിരുന്നു, അദ്ദേഹം വന്നൊന്ന് വിസിറ്റ് നടത്തിയിരുന്നു. അമിത്ഷാ വന്നായിരുന്നു, നമ്മുടെ പുള്ളിയുടെ വിസിറ്റ് വന്നു. അപ്പോൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സ് ഉള്ളതും അമിത്ഷാ വന്നതും ഒക്കെ ഒരു തരത്തിൽ കുറച്ചൊക്കെ സ്റ്റെം ചെയ്തു, റെഡ്യൂസ് ചെയ്തു, വയലൻസിനെ ഒന്ന് കുറച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഒക്കേഷൻ ആയിട്ടുള്ള ഇൻസിഡൻസ് ഓഫ് എത്നിക് വയലൻസ് കാണാൻ പറ്റും. എത്നിക് വയലൻസും ആർസനും കാണാൻ പറ്റും, തിയറിയിലും ഒക്കെ കാണാൻ പറ്റും. അത് എപ്പോൾ തുടങ്ങിയെന്നറിയോ, കണ്ടിന്യൂഡ് എ മന്ത് ആഫ്റ്റർ. ഇത് കഴിഞ്ഞിട്ട് ചുരാചന്ദ്പൂരിൽ തീ ശേഷം, ഫയറിന് ശേഷം. ചുരാചന്ദ്പൂർ മാത്രമല്ല, ഇംഫാലിലും ഉണ്ട്, പിന്നെ അതർ കുറച്ച് ഏരിയയിലും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇൻ ടേംസ് ഓഫ് സെറ്റിംഗ് ദ കണ്ടീഷൻസ് ഓഫ് പീസ് വിച്ച് വുഡ് എൻറ്റെയിൽ ദ റിട്ടേൺ ഓഫ് ലൂട്ടഡ് ആംസ്,
അപ്പോൾ അറിയാം നമ്മളല്ലേ ഒരുപാട് സ്ഥലത്ത് ഈ പറഞ്ഞ മിലിറ്ററിയുടെ തന്നെ വെപ്പൻറി ഇവർ ലൂട്ട് ചെയ്യുന്നുണ്ട്, അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതിനെ ഡിമാൻഡ് ചെയ്യണം അല്ലേ, ദാറ്റ് വുഡ് നെസസിറ്റേറ്റ്, അത് തിരിച്ചു കിട്ടണം അല്ലേ, നെസസിറ്റേറ്റ്, അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ നെസസിറ്റിയാണ്. അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് ഈ കണ്ടീഷൻ ഓഫ് പീസിനായിട്ട് നമ്മൾ ആദ്യം ഈ പറഞ്ഞ് അടിച്ചുകൊണ്ട് പോയ ആയുധങ്ങൾ കൊണ്ടുവരട്ടെ. കാരണം ഈ ആയുധം വെച്ചിട്ടാണ് ഇവർ കളിക്കണം മൊത്തം. സെറ്റിംഗ് ഫയറൊക്കെ ബോംബൊക്കെ കൊണ്ടുപോകുന്നതും അതുപോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ വെപ്പൻറി നമ്മുടെ മിലിറ്ററിയുടെ തന്നെ ആർമിയിലെ തന്നെ വെപ്പൺ എടുത്തുകൊണ്ടാണ് ഇവർ ഈ സെറ്റ് ഫയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് വലിയ പ്രശ്നമല്ലേ, അത് ആദ്യമേ കൊണ്ടുവരിക. ആൻഡ് സ്ലോ ആൻഡ് ഷുവർ റിട്ടേൺ ഓഫ് ദോസ് ഡിസ്പ്ലേസ് ടു ദ ബാറ്റേർഡ് ഹോംസ് അല്ലെ, ആകപ്പാടെ തകർക്കപ്പെട്ട ഹോമിലോട്ട് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരികയും കൂടെ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വന്നാൽ അത് വരുന്നവരെ ഹാസ് ബീൻ ലിറ്റിൽ പ്രോഗ്രസ്, ഒരു പ്രോഗ്രസ്സും ഇല്ല. അത് വരുന്നവരെ ഇവിടെ പ്രോഗ്രസ് ഒന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം, അഷുറൻസ് വരുത്തണം എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അതെന്താണെന്നറിയോ, ആൾക്കാർ തിരിച്ച് അവരുടെ വീട്ടിലോട്ട് വരണം, അവർ റിട്ടേൺ ചെയ്യണം, അതൊരു പോയിന്റ്. പിന്നെ എന്ത് ചെയ്യണം, ലൂട്ടഡ് ആംസ് ഇല്ലേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ട് കട്ടുകൊണ്ട് പോയല്ലേ, കട്ടുകൊണ്ട് പോയ ആംസ് തിരിച്ചു കൊണ്ടുവരണം. അത് സ്ലോ ആയിട്ടാണെങ്കിലും ഷുവറായിട്ട് നടത്തണം അല്ലേ, നിർബന്ധമായിട്ട് നടത്തുന്ന കാര്യമാണ്. ഇത് രണ്ടും വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റും പ്രോഗ്രസ് ഒന്നും, ഇല്ലെങ്കിൽ ദർ ഇസ് നോ പ്രോഗ്രസ് എന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ. അടുത്ത പാരഗ്രാഫിലോട്ട് പോകും. ദി യൂണിയൻ ഗവൺമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പീസ് കമ്മിറ്റി കംപ്രൈസിംഗ് എമിനന്റ് പബ്ലിക് ഫിഗേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഹാസ് ഹിറ്റ് എ snag with many of them refusing to join it or suggesting that they have been added to the committee without prior consultation. എന്തൊക്കെ കേൾക്കണം അല്ലേ. അന്ന് യൂണിയൻ ഗവൺമെന്റ് വിചാരിച്ചു അങ്ങനെയുള്ള ഒരു കാര്യം, നമുക്കൊരു പീസ് കമ്മിറ്റി ഫോം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പീസ് കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ അറിയാലോ, ഇവിടെയുള്ള എമിനന്റ് പേഴ്സണാലിറ്റീസിനെ വിളിച്ചാണ് പീസ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അപ്പം കംപ്രൈസിൻ്റെ കൂടെ ഓഫ് കൊടുക്കരുത്, ശ്രദ്ധിച്ചോണം. കംപ്രൈസ് ട്രാൻസിറ്റീവ് അതിന് ശേഷം ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്, പബ്ലിക് ഫിഗേഴ്സ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റിലുള്ള മണിപ്പൂരിലുള്ള ആൾക്കാരെ എമിനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആൾക്കാരും എമിനന്റ് ഫിഗേഴ്സിനെ പബ്ലിക് ഫിഗേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു പീസ് കമ്മിറ്റി എടുത്താന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു പ്രശ്നം അല്ലേ, ഹാസ് ഹാഡ് എ പ്രോബ്ലം. എന്താ പ്രോബ്ലം? പ്രോബ്ലം ഇസ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ ആരും വിളിച്ചില്ല, ഞങ്ങളുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഞങ്ങളെ കമ്മിറ്റിയിലേക്ക് ആഡ് ചെയ്തു. ഞങ്ങളോട് ചോദിക്കണ്ടേ, ഞങ്ങൾ സെലിബ്രിറ്റീസ് അല്ലേ അല്ലേ, ഞാൻ സെലിബ്രിറ്റി അല്ലേ, എന്നോട് ചോദിക്കാതെ എന്നെ പിടിച്ചിട്ട് കമ്മിറ്റിയിലോട്ട് നിങ്ങളിടാൻ നിങ്ങൾ ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ഇതിൽ ജോയിൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മാറി നിൽക്കുന്നുണ്ട്. പീസ് കമ്മിറ്റിയിൽ ഞാൻ അംഗമാകില്ല, കാര്യം എന്നോട് ചോദിക്കാതെ എന്നെ ഈ പ്രയർ കൺസൾട്ടേഷൻ ഇല്ലാതെ എന്നെ ഈ കമ്മിറ്റിയിൽ ആഡ് ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ കമ്മിറ്റിയിൽ കൂടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഷോ ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആയിട്ട് അതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ പീസ് കമ്മിറ്റി ഇല്ലെങ്കിൽ പീസ് ടോക്ക് നടന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, അതാണ് പ്രശ്നം. സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ എന്നാ പറയുന്നത്? ദ സക്സസ് ഓഫ് പീസ് ഇനിഷ്യേറ്റീവ് റിക്വയർസ് ദാറ്റ് ഓൾ ഗ്രൂപ്പ്സ് ഇൻ എ കോൺഫ്ലിക്റ്റ് ഏരിയ ഓൾവിറ്റ് ആർ റിപ്രസെന്റഡ് ആൻഡ് ഇൻക്ലൂഡ്സ് റെപ്രസെന്റേറ്റീവ് വിത്ത് പബ്ലിക് സ്റ്റാൻഡിംഗ് ഓർ എ റെക്കോർഡ് ദാറ്റ് ട്രാൻസെൻഡ് ദർ ഐഡന്റിറ്റി അല്ലേ. ഐഡന്റിറ്റി എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്താതെ, ഈ ഐഡന്റിറ്റി ഒന്നും ഒരു പ്രശ്നമല്ല, ഒരു ഡിഫറൻസും ഇല്ലാതെ എല്ലാവരും കൂടി വരിക. അതിൽ പ്രത്യേകിച്ച് പബ്ലിക് സ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാർ അല്ലേ, കുറച്ചൊരു പബ്ലിക് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ, റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് വരണം. ഈ കോൺഫ്ലിക്റ്റിൽ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ കോൺഫ്ലിക്റ്റിൽ ഒഴിയപ്പെട്ട ആൾക്കാർ, അതുപോലെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നാലേ എന്താ പറയുക ഒരു പീസ് ഇനിഷ്യേറ്റീവ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അത് വേണമെന്നാണ് ഇവിടെ പറയുന്നത്. വിഡ്രോവൽ ഓഫ് ക്വൈറ്റ് എ ഫ്യൂ പബ്ലിക് ഫിഗേഴ്സ് ഫ്രം ദിസ് ഇനിഷ്യേറ്റീവ് അൺഫോർച്ചുനേറ്റ് റിവീൽസ് എത്നിസൈസേഷൻ ഓഫ് സിവിൽ സൊസൈറ്റി ഇൻ മണിപ്പൂർ ആൻഡ് കോംപ്ലിക്കേറ്റ്സ് പീസ് ബിൽഡിംഗ്. പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലേ? എത്നിസൈസേഷൻ ആയിട്ട് ഒരു പ്രശ്നം വന്നത് എങ്ങനെയാ വെച്ചാൽ, ഇവിടെ കുറേ ആൾക്കാർ മാറി നിൽക്കുകയാണ്, അവർ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഡിവിഷൻ വന്നില്ലേ, എത്നിക് ഡിവിഷൻ വന്നില്ലേ, അത് തന്നെയാണ് ഈ പ്രശ്നമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അത് വരുന്നവരെ നമുക്ക് പീസ് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല ഇവിടെ മണിപ്പൂരിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ മോർ വറിംഗ്ലി കുക്കീസോ റെപ്രസെൻറ്റേറ്റീവ്സ്, ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ കുക്കീസോ റെപ്രസെൻറ്റേറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാവ് എക്സ്പ്രസ്ലി വിഡ്രോൺ. അവർ എല്ലാവരും കൂടെ എക്സ്പ്രസ് ചെയ്തു, വളരെ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. ദർ നെയിംസ് ആസ് എ കമ്മിറ്റി ഇൻക്ലൂഡഡ് മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ. അവർ പറഞ്ഞ എന്തുകൊണ്ടാണ് ഞങ്ങൾ എന്തുകൊണ്ട് മാറി നിൽക്കുന്നത്? ഞങ്ങൾ മാറി നിൽക്കുന്ന വ്യക്തമായ കാരണങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്താ വെച്ചാൽ അവിടെ ഈ കമ്മിറ്റിയിൽ മണിപ്പൂർ ചീഫ് മിനിസ്റ്ററായ എൻ ബിരേന്ദർ സിംഗിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ഇയാളാണ് പ്രശ്നം, ഇയാളുള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഈ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുക്കീസോ റെപ്രസെൻറ്റേറ്റീവ്സ് പറയുന്നത് വെച്ചാൽ മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ഈ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ബിരേൻ സിംഗിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇതിൽ കൂടില്ല. അപ്പോൾ ഓർത്തോടെ ചിലപ്പോൾ എക്സാമിന് ഇത്രയും പ്രശ്നമുള്ളതുകൊണ്ട് മണിപ്പൂരിലെ ആരാണ് ചീഫ് മിനിസ്റ്റർ, അതൊക്കെ ചോദ്യങ്ങൾ വരും കേട്ടോ. വൈൽ എ മേത്തീസ് സിവിൽ സൊസൈറ്റി, മേത്തീസ് ഇല്ല അവർ അടുത്ത ഗ്രൂപ്പ്, അവരുടെ സിവിൽ സൊസൈറ്റി ഹാസ് റേക്ഡ് അപ്പ് ആൻ അൺവാറണ്ടഡ് ജനറലൈസേഷൻ. അവർ വീണ്ടും ഒരു പുതിയൊരു ജനറലൈസേഷൻ കൊണ്ടുണ്ട്. പഴയ പണ്ടങ്ങാണോ എന്നൊരു പ്രശ്നത്തെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അല്ലേ. ദേ അൺകവേർഡ്, അപ്പോൾ റേക്ഡ് അപ്പ് അവർ അൺകവർ ചെയ്തിട്ടുണ്ട് പുതിയൊരു വിഷയത്തെ പറ്റി, പഴയൊരു നടന്നൊരു വിഷയത്തെ പറ്റി
unwarranted generalization of the issue as one related to നാക്രോ ടെററിസം. ഇവിടുത്തെ പ്രശ്നം നാക്രോ ടെററിസം ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്തു. അപ്പോൾ ഓർക്കണേ, ഈ മെയ്തീസ് കുക്കീസും അവർ പറയുമ്പോൾ മെയ്തീസ് പറയുന്നത് എന്താണെന്നോ, ഇവിടെ പഴയ എന്താണ് ഒരു നാർക്കോ ടെററിസം ഇവിടെ നടക്കുന്നുണ്ട്, നാർക്കോ ടെററിസം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരത് വിഡ്രോ ചെയ്തേക്കാണ്, ഇവിടെ നിന്ന് വിഡ്രോ ചെയ്തേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് കമ്മ്യൂണിറ്റീസ് ഇപ്പോൾ മാറിക്കോണം, അതാണ് വലിയ വിഷയമായിട്ട് നിൽക്കുന്നത്. The government should still not give up. പക്ഷേ ഗവൺമെന്റ് എന്ത് പറഞ്ഞാലും തളരരുത് രാമൻകുട്ടി എന്നാണ് ഗവൺമെന്റിനോട് നമുക്ക് പറയാനുള്ളത്. ഓൺ പെർസ്വേഡിംഗ് ദ പ്രോമിനന്റ് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ സൊസൈറ്റി റെപ്രസെന്റേറ്റീവ്സ് ടു ടോക്ക് വിത്ത് വൺ അനദർ. അല്ലേ, എത്രയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിന്നെയും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇവരെ കൊണ്ട് ഒരുമിച്ച് കൊണ്ടുവരണം. പൊളിറ്റിക്കൽ സിവിൽ സൊസൈറ്റി റെപ്രസെന്റേറ്റീവ്സ് ഒരുമിച്ച് വന്നിട്ട് ഇവരെ കൊണ്ട് ചർച്ച ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പീസ് ടോക്കിന് റെഡി ആകാൻ പറ്റുള്ളൂ. അപ്പോൾ പീസ് ടോക്ക് വന്നില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. ദ ഫാക്ട് ദാറ്റ് ഇറ്റ് റിക്വയർസ് ഈജസ്, അതായത് സപ്പോർട്ട്. നമുക്ക് സപ്പോർട്ട് ഇല്ലാതെ കാര്യം നടക്കുമോ? ഇല്ല. ആരുടെ സപ്പോർട്ട് നമുക്ക് വേണ്ടേ? യൂണിയൻ ഗവൺമെന്റ് ടു പുഷ് ദ എൻവലപ്പ് ടു എനി ഫർദർ. അല്ലെ, ഏതറ്റം വരെ പോകാവോ അത്ര അറ്റം വരെ പോകാൻ യൂണിയൻ ഗവൺമെന്റ് സഹായിക്കണം. യൂണിയൻ ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ലാതെ പരിപാടി നടക്കത്തില്ല. Further step on this issue also reveals the failure of Birendra Singh administration. എന്താ പ്രശ്നം വെച്ചാൽ എത്ര അറ്റം വരെ പോകാൻ എന്നുള്ള ഒരു ഇത് നമുക്ക് വേണം. അല്ലെ, അത് ഗവൺമെന്റ് ഇത് വേണം. അത് നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റുന്ന എവിടെയെന്നോ, ബീരേന്ദ്ര സിംഗിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇൻ റീറ്റെയിൻ ദ കോൺഫിഡൻസ് ഓഫ് ഓൾ പാർട്ടീസ്. അല്ലെ, അപ്പോൾ ബീരേന്ദ്ര സിംഗിന്റെ ഫെയിലിയർ നമുക്കിവിടെ കാണാൻ പറ്റും. പുള്ളി ആർക്കും ഇഷ്ടമല്ല, പുള്ളിയുടെ അഡ്മിനിസ്ട്രേഷൻ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ഫെയിലിയർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് മണിപ്പൂരിൽ പറയാൻ പറ്റും. മണിപ്പൂരിലെ ഫെയിലിയർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ BJP ഇതിന് തീരുമാനം എടുക്കണം, പുള്ളി ഒന്ന് മാറ്റുക കേട്ടോ. ഇറ്റ് സീംസ് ദാറ്റ് ഇറ്റ്സ് ടൈം ഫോർ ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ദ റൂളിംഗ് ഭാരതീയ ജനതാ പാർട്ടി ടു തിങ്ക് ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്. ബീരേന്ദ്ര സിംഗിനെ മാറ്റി ഒരു ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ പണിവാളും. അത് വലിയൊരു തീരുമാനമാക്കി കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഓതർ ഇവിടെ പറയുന്നത്. ദാറ്റ് കുഡ് ഈസ് ദ പ്രോസസ് ഓഫ് പീസ് ബിൽഡിംഗ് ആസ് മിസ്റ്റർ സിംഗ്സ് ആക്ഷൻസ് ബോത്ത് ഇൻ ദ റൺ അപ്പ് ടു ദി വയലൻസ്. അപ്പോൾ ഈ റണ്ണപ്പിന് മുമ്പുള്ള ഈ പറഞ്ഞ വയലൻസിന് മുമ്പുള്ള പുള്ളിക്കാരൻ്റെ ആക്ഷൻസും ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ മാത്തും വലിയ നല്ല രീതിയിലല്ല പറയുന്നത്. ഹാവ് ഐദർ ബീൻ ഇൻഎഫക്ച്വൽ, രണ്ടും ഇഫക്റ്റിലോട്ട് വന്നിട്ടില്ല, ഓർ ഷോൺ ആസ് ക്ലിയർലി വിസിബിൾ ആസ് ഇന്നബിലിറ്റി ടു ഗവേൺ എഫക്റ്റീവ്ലി. അപ്പോൾ പുള്ളിയുടെ ഗവേണൻസിനെ കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ കൊണ്ട് നിർത്തിയേക്കുന്നതാണ് ഇന്നത്തെ ഈ പീസ് സ്പീക്കിലോട്ടൊന്നും എത്താതിരിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിയൻ ഗവൺമെന്റും അതുപോലെ തന്നെ റൂളിംഗ് ഭാരതീയ ജനതാ പാർട്ടിയും എന്ത് ചെയ്യണം, ഒരു തീരുമാനത്തിലെത്തി ഈ അഡ്മിനിസ്ട്രേഷൻ ഒരു ഓൾട്ടർനേറ്റീവ് കൊണ്ടുവരിക, ഒരു ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിളാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു എവ്രി വൺ. ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇടണേ പിള്ളേരെ, പ്ലീസ് ഗിവ് എ തംസ്. ഓക്കെ ആണേ, പിന്നെ സെനൻസ് വന്നിട്ടുണ്ടല്ലേ. It was a sporadic meetup among the friends. We should do something immediately to curtail external interference in this issue. Policy, great. Season, yes. NTPC is anointed with good teaching and mentorship skills. I'm really glad to hear that. Conflagration caused destruction in the forest. Great. The feat of Kirwani during the Oscar events made Indians happy. Yeah. Both entailed to the workers to submit the previous year statistical data. ഡേറ്റ പ്ലൂറൽ ആണ് കേട്ടോ, ഡേറ്റ സിംഗുലറും ആണ് പ്ലൂറലും ആണ്. അപ്പോൾ ഡേറ്റ എന്ന് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ, ഡേറ്റാസ് എന്ന് പറയുന്നത് ദാറ്റ്സ് റോങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റനിലോട്ട് പോകാലോ. ഇന്നലത്തെ ക്വസ്റ്റനിലോട്ട് പോകാലോ. ഇന്നലത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു, ഹി ടുക്ക് നൈദർ റെസ്പോൺസിബിലിറ്റി ഫോർ വയലേറ്റിംഗ് ലോക്ക്ഡൗൺ റൂൾസ് നോർ റിപ്പൻറ്റഡ് ലൈങ് ടു പാർലമെന്റ്. ഇതായിരുന്നു ക്വസ്റ്റൻ. ഓക്കെ, അപ്പോൾ എത്ര പേര് എനിക്ക് ആൻസർ ഒന്നും ഞാൻ നോക്കട്ടെ. ആൻസർ വരാത്തൊരു ഇപ്പോൾ ഒന്ന് ആൻസർ തന്നെ, പെട്ടെന്ന് ആൻസർ ഒരു വേഗം ചടപടയെന്ന് ആൻസർ ഒന്നും നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് പോകാം. വേഗം ആൻസർ ഒരു പീപ്പിൾ, ഗിവ് മി യുവർ ആൻസർ. നോക്കട്ടെ എത്ര പേര് ആൻസർ തന്നു. 1 2 3 4 4 പേര് ആൻസർ തന്നിട്ടുള്ളൂ. ആൻസർ തരാമോ? ആരും പറയുന്നില്ല ആൻസർ. ഹി ടുക്ക് neither responsibility for violating lockdown rules nor repented lying to parliament. എന്താന്ന് മനസ്സിലായി ഇവിടുത്തെ അത് ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? നൈദർ നോർ ആണ് ഇവിടുത്തെ കോറിലേറ്റീവ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കണം, നോറിന് ശേഷം എന്താ വന്നേക്കുന്നത് നോക്കിക്കേ, റിപ്പൻറ്റഡ് എന്ന V2 ആണ് അല്ലേ, റിപ്പൻറ്റഡ് എന്ന V2 ആണ്. അപ്പോൾ നോറിന് ശേഷം എന്താണ് വന്നേക്കുന്നത്, അത് തന്നെ നൈദറിന് ശേഷം പറഞ്ഞു. നൈദറിന് ശേഷം വന്നേക്കുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന നൗണാണ്, അത് തെറ്റല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ നൈദറിന് ഇവിടെ കൊണ്ടത് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാം. ഹി നൈദർ ടുക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ വയലേറ്റിംഗ് ലോക്ക്ഡൗൺ റൂൾസ് നോ റിപ്പൻറ്റഡ്. കാര്യം എന്താ, നൈദറിന് ശേഷം
V2 തന്നെ വരണം, ടുക്ക് എന്ന V2 വരണം. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പാരലലിസം എന്ന് വിളിക്കും. പാരലലിസം. സിമിലർ ആയ വേർഡ്സ് V2 എങ്കിൽ V2, രണ്ടിടത്ത് V2 വരണം. ആ സാധനം കൊണ്ടുവരിക എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ പാരലലിസം ക്രിയേറ്റ് ചെയ്യണം എവിടെ? നൈദർ നോറിൻ്റെ കൂടെ, ഐദർ ഓറിൻ്റെ കൂടെ, നോട്ട് ഓൺലി ബട്ട് ഓൾസോൻ്റെ കൂടെ ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കോറിലേറ്റീവ് ഒന്ന് പഠിച്ചു വെച്ചുള്ളൂ. അതിൻ്റെ യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാറുണ്ട്. അതിൽ ഒരു എററാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചത്. നൈദറിന് ശേഷം നോറിന് ശേഷം ഒരേ സാധനം വരാൻ പോകുന്നത്. V2 വരുവാണെങ്കിൽ രണ്ടിടത്ത് V2, അല്ല നൗൺ ഒരിടത്ത് വന്നു ഒരിടത്ത് ഇത് വരിക, അങ്ങനെ തോന്നിയ പോലെ വരാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ അറിയില്ലാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In 20-year-old Carlos Alcaraz, widely considered as the anointed one, he was faced with the tipster's favorite. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ആൻഡ് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമ്മുടെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. 2 ടെലിഗ്രാം ചാനലാണ്, KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്ന 2 ടെലിഗ്രാം ചാനലുണ്ട്. 2 ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കോമന്റ് സെക്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് പീപ്പിൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് Adda247 മലയാളം ചാനൽ. കണ്ടുകൊണ്ടേയിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് വൈകിട്ട് 7:10 ഞാൻ നമ്മുടെ IBPS POയുടെ RRBPOയുടെ ക്ലർക്കിൻ്റെയും ഒരു 75 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാത്രി കാണാം. അപ്പോൾ അതുവരെ താങ്ക് യു. കോമെൻറ്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സജഷൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പരിഗണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ചാനലുണ്ട്, Adda247 മലയാളം ചാനൽ ആൻഡ് ബാങ്കേഴ്സ് മലയാളം. ജോയിൻ us. ബൈ, ടേക്ക് കെയർ. സേഫ് ആയിട്ടിരിക്കാൻ മറക്കണ്ട കേട്ടോ. മഴയൊക്കെയാണ് വരുന്നത്, അതുകൂടെ ഒന്ന് ഓർക്കുക. ബൈ.